പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരെയും ഈ ഗോസ്പൽ ടിവി UP എന്ന ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷാജി ജോസഫ് ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ കുറെ നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹീത രീതിയിൽ ദൈവവചനം തന്റെ മർമ്മങ്ങളെ പഠിപ്പിപ്പാന്റെ ഗുണം തന്റെ ദാസനെ ദൈവം ഈ ദിവസങ്ങളിൽ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ്സിനായിട്ട് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ദൈവിക രാജ്യവും പൈശാചിക രാജ്യവും മനുഷ്യരിൽ, അതിന്റെ ഘടനയും പ്രവർത്തനങ്ങളും എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പാസ്റ്ററെ ഹാർദവമായി സ്വാഗതം ചെയ്യും. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ശുശ്രൂഷയെ സമ്പൂർണമായും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നഷ്ടപ്പെട്ട ഞങ്ങളെ ക്രിസ്തയേശുവിലൂടെ തന്നെ വീണ്ടെടുക്കുകയും അങ്ങയുടെ മക്കളായി, അങ്ങയുടെ അവകാശികളായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി, ഈ ഭൂമിയുടെ ഭരണാധികാരികളായി അങ്ങേക്ക് വേണ്ടി നിൽപ്പാൻ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി നന്ദിയോടെ സ്തുതി. ഇതിലൊന്നും യാതൊരു യോഗ്യത ഞങ്ങൾക്കില്ല. എന്നാൽ ഇതൊന്നും ഞങ്ങൾ അറിയാതെ തെറ്റിപ്പോയ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും നല്ലൊരു പങ്കും ഇതൊന്നും അറിയാതെ തെറ്റിക്കിടക്കും. എന്നാൽ യേശു കർത്താവ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അങ്ങനെ സത്യത്തെ അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ ആരെല്ലാം അങ്ങ് ഈ ശബ്ദ കാഴ്ചകളിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അവരുടെ എല്ലാ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനാരെയും അങ്ങയുടെ സത്യം മറയ്ക്കുവാൻ അങ്ങ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഉപയോഗിക്കുന്ന ഈ ചാനലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ശുശ്രൂഷകൾ അങ്ങയുടെ ഹൃദയത്തിന് ആനന്ദകരമായി തീരുവാൻ ഇടയാകട്ടെ. ഞാൻ ക്രിസ്തുവിന്റെ അവയവമല്ലോ, അങ്ങയുടെ ശരീരമായ ക്രിസ്തുവിന്റെ അവയവം അങ്ങ് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. ദുഷ്ടനാ ചതിക്കപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരന്മാരെയും അങ്ങ് അങ്ങയുടെ സത്യം അറിയിച്ച് സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപയോഗിക്കാം. അങ്ങയുടെ ആത്മാവിനാൽ നന്ദി. അങ്ങനെ ജീവിക്കുകയും എന്നിലൂടെ ജീവിക്കുകയും ചെയ്യുന്നതായ നന്ദി. സർവമഹത്വം പിതാവേ അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങൾ, തുടർന്നും ദൈവഹിതപ്രകാരം ഈ സന്ദേശത്തിന്റെ മുമ്പിൽ എത്തപ്പെടുവാൻ ഏവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സന്ദേശം നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ മുഖാന്തരമായ ഈ ചാനലിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം മാനിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന വിഷയം ഇത് മാത്രമല്ല, തുടർന്ന് ചില ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാമല്ലോ. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് താൻ ഇവിടെ തുടങ്ങി വെച്ച സബ്ജക്റ്റാണ്. അതായത് ക്രിസ്തു ഇവിടെ തുടങ്ങി വെച്ച ആ സന്ദേശമാണ് തുടർന്നും അപ്പസ്തലന്മാരെയും എന്നെയും ഒക്കെ പ്രസംഗിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. താൻ തുടങ്ങി വെച്ച വിഷയമാണ് ദൈവരാജ്യം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരമായ കാന്തിയായി ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇതിൽ മനസ്സിലാക്കണം, ഈ ചാനലിലൂടെ കർത്താവിന്റെ കരുണയാൽ മാസത്തിൽ 3 സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. 4 സ്വാഭാവികമായി ചിന്തിക്കുക. കാരണം ഒരെണ്ണം പ്രാർത്ഥനാലയത്തിൽ, എറണാകുളം പ്രാർത്ഥനാലയത്തിൽ എല്ലാ മാസവും നടക്കുന്ന 7 ദിവസത്തെ റിട്രീറ്റ് ഉള്ള സമയത്ത് ഇത് ലഭ്യമല്ല. എങ്കിലും നിങ്ങളിൽ അനേകർക്ക് ഇത് കേൾക്കണമെന്നൊക്കെ താല്പര്യമുണ്ട്. എല്ലാവർക്കും ഉണ്ടാവില്ല. വരം ലഭിച്ചവർക്ക് മാത്രം കൊടുക്കുന്ന മഞ്ഞ ആയതുകൊണ്ട് ചിലർക്ക് താല്പര്യം ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ 3 കൊണ്ട് തൃപ്തരായില്ല എങ്കിൽ ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, SVJ KG, അത് ബൈബിൾ സ്കൂളാണ്. SVJ മെസ്സേജസ് എന്ന് പറയുന്നത്, SVJ മെസ്സേജസ്. യൂട്യൂബിൽ കയറിയിട്ട് SVJ ഷാജി വെമ്മനാട് ജോസഫ് ഒരു സ്പേസ് ഇട്ടിട്ട് മെസ്സേജസ് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 100 കണക്കിന് സന്ദേശങ്ങൾ അതിൽ കിട്ടും. എനിക്ക് തോന്നുന്നു 2500 3000 അടുത്തുണ്ടാകാം. സൗജന്യമായി ദൈവരാജ്യത്തെ കുറിച്ചുള്ള വചനങ്ങൾ കേൾക്കാം.
നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഞാനിത് അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും നിങ്ങൾ പറയുവാനായിട്ട് ഇടയാകും. അതോടൊപ്പം തന്നെ അറിയാതെ ഞാൻ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. SVJ KG ആൻഡ് NC ബൈബിൾ സ്കൂൾ. നിങ്ങൾ ചിന്തിക്കും, ഇദ്ദേഹം പ്രസംഗിക്കുന്ന ഈ വിഷയം ബൈബിൾ കോളേജിലെ സിലബസിൽ ഇല്ലല്ലോ, പിന്നെ ഞങ്ങൾ എങ്ങനെ പഠിക്കും? ഒന്നിനും ഭാരപ്പെടേണ്ട. ഇതാ, ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ടെലിഗ്രാമിലൂടെ സ്വർഗത്തിലെ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ബൈബിൾ സ്കൂൾ ഉണ്ട്. ആ ബൈബിൾ സ്കൂൾ ആദ്യം ടെലിഗ്രാമിലായിരുന്നില്ല. ആദ്യം ദുബായിലായിരുന്നു, ഷാർജയിലായിരുന്നു, ഉമൽക്കോയിലായിരുന്നു. ഇപ്പൊ അത് ഒരു ലോക്കൽ ലെവലിൽ നിന്ന് മാറ്റി അത് ഗ്ലോബലായി. എങ്ങനെ? ഓൺലൈനിൽ വന്നപ്പോ ടെലിഗ്രാം എന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇത് തന്നെ അടിച്ചു കൊടുത്താൽ മതി. SVJ KG ആൻഡ് NC എന്ന് എഴുതണം. അതായത് ഷാജി വെമ്പനാട് ജോസഫ്. KG എന്ന് വെച്ചാൽ കിങ്ഡം ഓഫ് ഗാഡ് ആൻഡ് NC ന്യൂ ക്രിയേഷൻ ബൈബിൾ സ്കൂൾ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം. നിങ്ങൾക്ക് അതിൽ ഫോളോ ചെയ്താൽ മതി. ഓൾറെഡി 410 ക്ലാസ്സുകൾ ഓൾറെഡി അത് കഴിഞ്ഞു. ഈ 410 ക്ലാസ് നിങ്ങൾക്ക് അതിൽ കിട്ടും. ദൈവരാജ്യത്തെ കുറിച്ചും ദൈവരാജ്യത്തിലെ പുതിയ സൃഷ്ടിയെ കുറിച്ചും പുതിയ സൃഷ്ടി ഉപയോഗിക്കേണ്ട ലോ ഓഫ് ദ സ്പിരിറ്റിനെ കുറിച്ചും. ഇതൊന്നും ഞാൻ പഠിച്ച ബൈബിളിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ദൈവം എന്നെ പഠിപ്പിച്ച ആ സ്കൂളില്, ക്രിസ്തുവിന്റെ സ്കൂളിൽ ഇതൊക്കെ ഉണ്ട്. അതെല്ലാം അതിലുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് പഠിക്കാം. കാരണം ഷാജി ജോസഫ് എന്ന് കേൾക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് എന്തോ ഈ പണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ, കുരിശ് കണ്ട ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞതുപോലെ, അതേപോലെയാണ് ഫീലിംഗ്. അവരങ്ങനെ കിടന്ന് അലറും കാറും ബഹളം ഉണ്ടാക്കും. ഞങ്ങളുടെ ചർച്ചിലും ചിലരൊക്കെ വന്നിട്ട് അങ്ങനെ കാറാറുണ്ട് ഒക്കെ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രഹസ്യമായി ഇത് പഠിക്കാം. രഹസ്യമായി, ആരും അറിയത്തില്ല, ഞാൻ പോലും അറിയത്തില്ല നിങ്ങൾ അതിൽ കയറി പഠിക്കണവര്. അപ്പോ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളെ ലോകത്തിന്റെ എവിടെയെങ്കിലും ആണോ ദൈവം നിങ്ങളെ നിയമിച്ചത് അവിടെയൊക്കെ പോയി ദൈവ വചനം പറഞ്ഞ് ദൈവരാജ്യ ശുശ്രൂഷ അറിയിച്ച് ശോഭിക്കാനായിട്ട് ഇടയാവും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം മനസ്സിലാക്കുന്ന വിഷയം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പോകത്തക്ക തരത്തിലുള്ള ഒരു സബ്ജക്റ്റാണ്. ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിലും അത്ര ഗൗനിക്കാതെ പോകുന്ന സബ്ജക്റ്റാണ്. ഇതിലൂടെ ദൈവം സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. എനിക്ക് ടെമ്പററി പൊളിറ്റിക്കൽ മാറ്ററിൽ ഈ മനുഷ്യന്റെ പൊളിറ്റീഷ്യൻ ആ പരിപാടികളൊന്നും ഒരു താല്പര്യമില്ല. കാരണം അതെല്ലാം വെറും മായയാണ്. മെമ്പർ ആയാലും MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും ഒക്കെ നല്ല കാര്യമാണ്, ജനത്തെ സേവിക്കാം. പക്ഷേ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇറങ്ങി കൊടുക്കണ്ടേ? മാത്രമല്ല, ഇറങ്ങിയില്ലെങ്കിൽ പോലും മരണം പിടിച്ച് വലിച്ചിറങ്ങും. അപ്പൊ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോ ഞാൻ എന്റെ യേശു ക്രിസ്തു, എന്റെ തലയായ എന്റെ കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ച ആ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററാണ് സംസാരിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഇന്ന് സഭയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷെ സഭ അതിലേക്കൊന്നുമില്ല. സഭ സ്തുതി ആരാധനയിലാണ് നിൽക്കുന്നത്. പക്ഷെ യേശു ക്രിസ്തു വന്നിട്ട് സ്തുതി ആരാധനയെ കുറിച്ചല്ല പറഞ്ഞത്. അതുകൊണ്ട് സ്തുതി ആരാധന തെറ്റെന്ന് ആണ് ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പോ ഈ മുറിയന്മാരുണ്ട്, ഇത് മാത്രം മുറിക്കുന്നവര്, അവർക്ക് ഉള്ള സബ്ജക്റ്റ് വേണമെങ്കിൽ അവരെടുത്തോട്ടെ. ഓക്കെ, എങ്ങനെയായാലും ജനം പലരും പറയുന്നുണ്ട്, ചിലർ അസൂയോടെ പ്രസംഗിക്കുന്നു, ചിലര് പകയോടെ പ്രസംഗിക്കുന്നു. എങ്ങനെയായാലും ക്രിസ്തു അല്ലേ പ്രസംഗിക്കപ്പെടുന്നേ. അപ്പോ ദൈവം കേടിയെന്ന രീതി ചെയ്താട്ടെ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന വിഷയം എന്ന് പറയുന്നത് മൊത്തം സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററാണ്. ക്രിസ്തു പറഞ്ഞത് മുഴുവനും അതാ. ക്രിസ്തു ഒരിക്കലും ഇന്ന് നമ്മൾ സഭയിൽ കാണിക്കുന്ന കാര്യമല്ല ചെയ്യാൻ പറഞ്ഞേ. നമ്മളിന്ന് സഭയിൽ എന്താ കാണിക്കണേ? വരുന്നു, ആണുങ്ങൾ ഭാഗത്തുനിന്നോട് പ്രാർത്ഥിക്കുന്നു, പെണ്ണുങ്ങൾ ഭാഗത്തുനിന്നോട് പ്രാർത്ഥിക്കുന്നു, 3 ക്രിസ്തു സ്തുതി, ഒരു സങ്കീർത്തന വായന, പിന്നെ കമ്മിറ്റി മീറ്റിംഗ്, പിന്നെ വീട്ടിൽ പോകല്, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള തമ്മിലടി. ഇല്ലേ? ഈ സംശയമാണെങ്കിൽ ചുറ്റും നോക്കിയാൽ അത് കാണുന്നല്ലോ. എന്റെ പൊന്നു സഹോദരങ്ങൾ, ഇതൊന്നുമല്ല യേശു പറഞ്ഞേ. യേശു പറഞ്ഞത് മുഴുവൻ ഈ വിശുദ്ധ ബൈബിളിലുണ്ട്. തെളിവായിട്ട് ഈ ബൈബിൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ, ഇത് എബ്രായർ ഉപയോഗിക്കുന്ന ബൈബിളാണ്. ഓക്കെ, ഇതാ നിങ്ങളുടെ കയ്യിലെ ബൈബിൾ നോക്കുക. അപ്പോ അതില് കാണും, അതില് പറഞ്ഞിരിക്കുന്ന മുഴുവൻ, യേശു ക്രിസ്തു എന്ന് പറഞ്ഞത് മുഴുവൻ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. ഒരു സ്ഥലത്ത് പോലും എന്നെ സ്തുതിക്കുക എന്നുള്ളതല്ല പറഞ്ഞേക്കണം.
ഒരു പ്രാവശ്യമെങ്കിലും യേശു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യേശുവിനെ സ്തുതിക്കുന്ന തെറ്റുണ്ടോ എന്ന് ചോദിച്ചു, ഒരു തെറ്റുമില്ല. കാരണം സർവപ്രപഞ്ചത്തിന്റെയും രാജാവായി സ്വർഗസ്ഥ പിതാവിനാൽ നിയമിതനായിരിക്കുന്ന വ്യക്തിയെ, നമ്മളെ കാൽവരി ക്രൂശിൽ തന്റെ രക്തത്താൽ വീണ്ടെടുത്ത വ്യക്തിയെ സ്തുതിക്കുന്നതിൽ ബഹുമാനം കൊടുക്കുന്ന ഒരു തെറ്റുമില്ല. പിതാവിനെ ബഹുമാനിക്കുന്നത് പുത്രനെ ബഹുമാനിക്കാന്ന ബൈബിളിലെ വചനം. പക്ഷെ ഇന്ന് ചെയ്യുന്ന പോലെയല്ല. പിതാവിനെ ഒഴിവാക്കി പുത്രനെ ബഹുമാനിക്കുന്ന പരിപാടിയല്ല. പിതാവിന് ബഹുമാനം കുറച്ച്, മാസത്തിൽ ഒരു പാട്ട് പിതാവിന്, ബാക്കി എല്ലാ പാട്ടും പുത്രന്. അതേപോലത്തെ ബുദ്ധിഹീനമായ പരിപാടിയല്ല. അവസാനം ക്രിസ്തു നമ്മളെ പറയും, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലം നിങ്ങളെ അറിയുന്നില്ല, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് ഉയർത്തിയതുകൊണ്ടൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കത്തില്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്താൽ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുള്ളൂ എന്ന് പറഞ്ഞ് പുറത്താക്കുവാൻ തക്കവണ്ണം കുരുടത്തമുള്ളവരാകരുത് നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതിലേക്കൊന്നുമല്ല ഫോക്കസ് ചെയ്യുന്നത്, സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററാണ് മൊത്തം. അതായത് ഈ ലോകത്തിലെ അദൃശ്യമായ പൈശാചിക രാജ്യവും ദൈവത്തെ സപ്പോർട്ട് ചെയ്യാത്ത മനുഷ്യരാജ്യവും ഒക്കെ ദൈവം ഉടമസ്ഥനായ ഓണറായ ദൈവം എടുത്തു മാറ്റിയിട്ട് ഭരണം, ഈ ലോകത്തിന്റെ ഭരണം തന്റെ പുത്രനായ ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ രക്തത്താൽ നേടപ്പെട്ട ദൈവത്തിന്റെ മക്കളുടെ കയ്യിലേക്ക് കൊടുക്കും. ബാക്കിയെല്ലാം എടുത്തു കളയും. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ സകലതും പുതിയതാക്കുന്നു, സകലതും പുതിയതാകുന്നു. അവസാനം യേശു ക്രിസ്തു കിങ്ഡം പിതാവിനെ ഏൽപ്പിക്കുന്നു. കിങ്ഡം പിതാവിനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ആ ക്രിസ്തു പിതാവിന് കീഴടങ്ങി ഇരിക്കുന്നു. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ബൈബിൾ തീരുന്നത് കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധത്തിലുള്ളതാണ്. ദൈവരാജ്യവും പൈശാചിക രാജ്യവും മനുഷ്യരിൽ, ഘടനയും പ്രവർത്തനവും. അപ്പോ ദൈവരാജ്യം, പൈശാചിക രാജ്യം എവിടെ? മനുഷ്യരിൽ, നമ്മളിൽ. ഘടനയും പ്രവർത്തനവും, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ചൊന്നും ചിന്തിക്കാത്തവരാണ്. പൈശാചികരാജ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നവരേ അല്ല. നമുക്ക് ആകപ്പാട് അറിയാവുന്നത് മനുഷ്യരാജ്യമാണ്. അത് മനുഷ്യന്റെ ഭൗതിക രാജ്യമാണ്, നമുക്കറിയാവുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ജനത്തിന് നൽകിയിട്ട് കാണുന്ന മനുഷ്യന്റെ ഭൗതിക രാജ്യം താൽക്കാലികമാണ് എന്നും കാണാത്തത് നിത്യമാണ് എന്നും പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് മനുഷ്യരെ യേശുക്രിസ്തു പ്രസംഗിച്ച കാണാത്ത ആത്മരാജ്യമായ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ആഹ്വാനം നൽകുകയും സഹായിക്കുകയും ആഹ്വാനം നൽകുകയും അതുവഴി ജനത്തെ ഉടമസ്ഥനായ ദൈവത്തിന്റെ അടുക്കൽ എത്തിപ്പാൻ അവരെ സഹായിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു യോഹന്നാൻ 8:32 ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വന്തമാകും. അപ്പൊ ഈ ഒരു രീതിയാണ് ഇവിടെ അവലംബിക്കാൻ പോകുന്നത്. യോഹന്നാൻ 8:32 സിസ്റ്റർ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഈ സെക്ഷൻ മുഴുവൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു രീതിയായിരിക്കും. എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്? ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്തകൾ അറിയുന്നതിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. വായിച്ചാട്ടെ 8:32. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ, ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. പല പല സ്വാതന്ത്ര്യ സമരങ്ങൾ നടത്തി, നിരാഹാരം, നമ്മുടെ ഗാന്ധിജിയൊക്കെ നിരാഹാരമൊക്കെ കിടന്ന് പലരും മരിച്ചു. അവസാനമാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഇവിടെ യേശുക്രിസ്തു പറയാണ്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകും.
അപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ അടിമത്തത്തിലാണെന്നുള്ളത്. ഇന്നും പറഞ്ഞാൽ സമ്മതിക്കത്തുമില്ല. അപ്പൊ അടിമത്തത്തിൽ മാത്രമല്ല, കുരുടത്വത്തിലുമാണ്. കാഴ്ചയുള്ള ഒരാളാണ് ഈ പറയുന്നത്. സ്വർഗസ്ഥ പിതാവിന്റെ കാഴ്ചയുള്ള വ്യക്തിത്വമാണ് ക്രിസ്തു. ആ കാഴ്ചയുള്ള, സത്യം അറിയാവുന്ന ആ ആളാണ് പറയുന്നത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പോ നമ്മൾ ഓൾറെഡി അടിമത്തത്തിലാണ്. എന്തിന്റെ അടിമത്തത്തിൽ? മരണത്തിന്റെ അടിമത്തത്തിൽ. അതുകൊണ്ടാണല്ലോ എല്ലാവരും ദ്രവിച്ചുകൊണ്ടിരിക്കണേ. അതുകൊണ്ടാണല്ലോ മുടി വെളുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഗോദറേജിന്റെ ഡൈക്ക് ചെലവുള്ളത്. അതുകൊണ്ടാണല്ലോ മുഖം ചുളിഞ്ഞു പോകുമ്പോൾ ചുളിവ് മാറാനുള്ള ക്രീമിന് ചെലവുള്ളത്. എന്തൊക്കെ ചെയ്താലും മരണം കീഴടക്കി പോവും. അടിമത്തത്തിലാണ്. മാത്രമല്ല, കുരുടത്വത്തിലുമാണ്. യഹൂദന്മാരുടെ ഇത് പറഞ്ഞപ്പോ യഹൂദന്മാര് പറഞ്ഞു, ഞങ്ങൾ ആർക്കും ഇതുവരെയും ഒന്നിനും അടിമകളായിട്ടില്ല. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവം അറിയത്തൂല്ല. എന്നാലോ ഞങ്ങളൊക്കെ വലിയ പുള്ളികളാണ് താനും. എന്നിട്ട് ഒരെണ്ണത്തിനും ഈ മരണത്തെ ജയിക്കാൻ പറ്റുന്നുമില്ല. എല്ലാത്തിനെയും പുഴു ജയിക്കുക. പുഴു കുറച്ച് നാൾക്കുള്ളിൽ എല്ലാ ശരീരവും പുഴു തിന്ന് തീർക്കുകയാണ്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ് ഈ പ്ലാനറ്റ് കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ജ്ഞാനമുള്ള വാക്കുകൾ. അത് പിന്തുടരാതെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു അതിന്റെ പുറകെ ഓടി മതങ്ങൾ ഉണ്ടാക്കി അവസാനിപ്പിച്ചു. ഏറ്റവും ശ്രേഷ്ഠമായ ക്രിസ്തുവിന്റെ മാർഗം പോലും മതത്തിൽ കൊണ്ട് കെട്ടി. എന്നിട്ട് അതിൽ അനേക നേതാക്കന്മാരും ഉപജീവന മാർഗങ്ങളുമായിട്ട് അവസാനിച്ചു. ഇതാ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. എത്ര വലിയ ശ്രേഷ്ഠമായ ഉപജീവനം കഴിച്ചാലും ഈ സത്യം പറഞ്ഞ് നാം സ്വതന്ത്രമാകുന്നില്ല എങ്കിൽ നാം നഷ്ടപ്പെട്ടു പോകാനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ തുടർച്ചയായ ഒരു പരമ്പര പോലെ ചില നാളുകൾ ഈ സന്ദേശം ഈ ടൈറ്റിൽ ഉണ്ടാവും. ശ്രദ്ധയോടെ കേൾക്കുക. ഇവിടെ 3 ആത്മരാജ്യങ്ങളെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. ആത്മരാജ്യം, ഒന്നും കാണാൻ പറ്റാത്ത രാജ്യങ്ങളാണ്. അപ്പോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ദൈവരാജ്യവും പൈശാചിക രാജ്യവും മനുഷ്യരിൽ അതിന്റെ ഘടനയും പ്രവർത്തനവുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗുണം ഉണ്ടാകാൻ പോണെന്നല്ലേ? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായത്തിൽ പറയുന്ന ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് ദൈവം നമ്മിലൂടെ, മനുഷ്യരിലൂടെ ഈ ജഡമണ്ഡലത്തിലേക്ക് വെളിപ്പെടും. ഏത് ദൈവം? ആത്മാവാകുന്ന ദൈവം മനുഷ്യരിലൂടെ ജഡമണ്ഡലത്തിലേക്ക് വെളിപ്പെടുകയും ഈ ജഡമണ്ഡലത്തിന്റെ ഭരണം സ്വർഗസ്ഥ പിതാവ് ഏറ്റെടുക്കുകയും ഉടമസ്ഥൻ ഏറ്റെടുക്കുകയും അവകാശിയായ ക്രിസ്തു, തന്റെ മകനായ അവകാശിയായ ക്രിസ്തു ഉടമസ്ഥനായ തന്റെ അപ്പനു വേണ്ടി ഈ ഭൂമി എന്ന പ്ലാനറ്റ് വാഴുകയും, അതാണ് ദൈവവചനം പറയുന്നത്, തന്റെ ഭുജം ദൈവത്തിനു വേണ്ടി വാഴുകയും ആ ഭുജമായ ക്രിസ്തുവിനോട് ചേർന്ന് വേണ്ട ഭുജം 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 വ്യക്തിക്ക് വേണ്ടി ഭുജം വാഴും. ഭുജം വാഴുമ്പോൾ ഭുജത്തിന് വേണ്ടി വാഴുന്നവർ കണ്ട, ഈ കൈ കണ്ട, വിരലുകൾ കണ്ട, ഈ വിരലുകളായ ഭുജത്തിന്റെ അംഗങ്ങളായ ഷാജി ചെറുവിരൽ, തുഷാര വേറൊരു വിരൽ, സാജു വേറൊരു വിരൽ, വർഗീസ് വേറൊരു വിരൽ. ഈ വിരലുകളായിരിക്കും, നമ്മളായിരിക്കും ക്രിസ്തുവിന് വേണ്ടി വാഴുന്നു. സ്വർഗസ്ഥ പിതാവ് സക്കറിയ 14:9 പറയുന്ന പോലെ അന്നാളിൽ യഹോവ സർവ്വഭൂമിക്കും രാജാവായിരിക്കും. ആ രാജാവായിരിക്കുന്ന ആ യഹോവയുടെ കീഴിൽ തനിക്ക് വേണ്ടി വാഴുന്ന ഭുജമാണ് ക്രിസ്തു, തന്റെ മകൻ, അവകാശി. ആ അവകാശിയുടെ കൂട്ടവകാശികളായി ഞാനും നിങ്ങളും ഒക്കെ ജയം പ്രാപിച്ചാൽ, എല്ലാവരും ഇല്ലാട്ടോ, പാട്ട് പാടിയത് അവിടെ കയറത്തില്ല. യേശു പറഞ്ഞാൽ വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് ഉയർത്തി എന്നും പറഞ്ഞുകൊണ്ടൊന്നും അവിടെ എത്തത്തില്ല. നിങ്ങളാ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ കയറുള്ളൂ. ഇന്ന് എന്റെ സഹോദരങ്ങളെ ഓർത്ത് എനിക്ക് സങ്കടമുണ്ട്. ഒന്നും ചെയ്യാതിരിക്കും നിർത്തിയില്ല ഇങ്ങനെ പറയാന്നല്ലാതെ. അവർക്ക് പിതാവിന്റെ ഇഷ്ടം എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. അവര് അങ്ങനെ പാട്ടും പാടി 3 ക്രിസ്തു സ്തുതികളും പാടി സങ്കീർത്തനവും വായിച്ച് വീട്ടിൽ പോവുക. പിതാവിന്റെ ഇഷ്ടം ഒന്നും അറിയത്തില്ല. അനാറ്റമി പഠിക്കാതെ MBBS പാസ്സാകാൻ ശ്രമിക്കുന്നവരെ പോലെയുണ്ട്. അപ്പോ യേശുക്രിസ്തു ഭൂമിയിൽ ഒന്ന് ജീവിച്ച് കാണിച്ചത് ഒക്കെ പിതാവിന് ഇഷ്ടമാണ്. യേശു പറഞ്ഞു, ആ പിതാവിന് ഇഷ്ടം ചെയ്ത ആ പ്രവർത്തി തികയുന്നതാണ് എന്റെ ആഹാരം. ഇതൊന്നും പറഞ്ഞാൽ ഇതൊന്നും ക്രിസ്ത്യാനികൾക്ക് ബാധകമല്ലാത്തതുപോലെയാണ് അനേക സഹോദരങ്ങൾ.
അപ്പൊ ശ്രദ്ധിക്കുക, ആകാശം മാറും, ഭൂമി മാറും, ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യം ഓർത്തു പറയണം. അധികം നാൾ പാസ്റ്റായിട്ട് ഇരിക്കാൻ പറ്റില്ല, മരണം കൊണ്ടുപോകും, പുഴു കൊണ്ടുപോകും. അധികം നാളെ ധനാഢ്യനായി ഇരിക്കാൻ പറ്റില്ല, മരണം കൊണ്ടുപോകും, ശരീരം മുഴുവൻ പുഴു തിന്നും. അധികം നാൾ സുന്ദരിയും സുന്ദരനും പയൽമാനുമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, ഈ ലോകം താൽക്കാലികമാണ്. ശ്രദ്ധയോടെ ജീവിതം നയിച്ചാൽ നല്ലത്. ഗ്രൂപ്പുകളൊന്നും, നമ്മൾ ഇന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും, കത്തോലിക്ക ഗ്രൂപ്പോ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പോ ബ്രദറൻ ഗ്രൂപ്പോ CSA ഗ്രൂപ്പോ മാർത്തോമ ഗ്രൂപ്പോ ഒന്നും സ്വർഗത്തിലില്ല. ജയം പ്രാപിച്ച ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. ജയിച്ചാലേ പിന്നെ അവിടെ പോവുള്ളൂ. ജയം എന്നുള്ളൊരു വാക്ക് പോലും സഭകളിൽ കേൾക്കുന്നില്ല. ആരാധന, ആരാധന, ആരാധന. യേശു ഭൂമിയിൽ വന്നിട്ട് എത്ര ആരാധന മീറ്റിങ്ങുകൾ ഉണ്ടാക്കിയെന്ന് അറിയൂ? എന്റെ മക്കളെ, ഇത് പറയുമ്പോൾ വിഷമത്തോടുകൂടിയായി പറയണേ. നമ്മുടെ ഫോക്കസ് ആരാധനയിലേക്ക്, അല്ലെ? ദൈവം ആരാധനയിൽ, കൊതിയനായ ദൈവം ആരാധന കിട്ടാഞ്ഞിട്ട് തന്റെ മോനെ പറഞ്ഞു വിട്ട് ആരാധന സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് നമ്മുടെ കാര്യം. യേശു ക്രിസ്തു അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പകരം യേശു പറഞ്ഞ മുഴുവൻ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററാണ്. യേശു പ്രധാനമായും ഒരു സമയത്ത് ശമരിയക്കാരത്തിയോട് പറഞ്ഞു കൊടുത്തു, അവിടുത്തെ ആരാധന തർക്കമാ. ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു, നിങ്ങൾ യെരൂശലേമിൽ ആരാധിക്കണം എന്ന് പറയുന്നു. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ അപ്പനെ, അതായത് സ്വർഗസ്ഥ പിതാവിനെ ആരാധിക്കുന്നവർ, സ്വർഗസ്ഥ പിതാവ് ദൈവം ആത്മാവാണ്, ആ പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിന്റെ സത്യത്തിൽ വേണം ആരാധിപ്പാൻ എന്ന് തിരുത്തി കൊടുത്തു. അല്ലാണ്ട് അതല്ലായിരുന്നു യേശുവിന്റെ സബ്ജക്ട്. മനസ്സിലായ മക്കളെ? ഹല്ലേലൂയ. അപ്പോ യേശു തിരുത്തി കൊടുത്തു, എന്റെ അപ്പനെ നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന എന്റെ സ്വർഗസ്ഥ പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിന് സത്യത്തിലും ആരാധിക്കണം. അതായത് ദൈവം ആത്മാവായതുകൊണ്ട് ദൈവം ജഡത്തിലെ ആരാധനയല്ല അന്വേഷിക്കുന്നത്, ആത്മാവിലെയാണ്. അതൊന്ന് തിരുത്തി കൊടുത്തു. ബാക്കിയെല്ലാം യേശു കുറിച്ച് സംസാരിച്ചത് മുഴുവൻ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററാണ്. അപ്പൊ അത് വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? അന്നാളിൽ യഹോവ, അതായത് അവസാനം ഇങ്ങനെ, യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. ഇപ്പൊ ആയിട്ടില്ല. ഉടമസ്ഥൻ യഹോവയാണ്, പക്ഷെ ഭരിക്കാൻ പറ്റുന്നില്ല. അന്നാളിൽ ദൈവത്തിന്റെ, യഹോവയുടെ ഭുജം അവന് വേണ്ടി വാഴും. എല്ലാ 40 പറയണ കേട്ടോ, വാഴും. ഭുജം വേറെ ആരുമല്ല, തന്റെ പുത്രനായ അവകാശിയായ ക്രിസ്തുവാണ്. ഉടമസ്ഥന് വേണ്ടി അവകാശി വാഴും. ദൈവവചനം പറയുന്നു, ക്രിസ്തു മുഖാന്തരം സ്വർഗസ്ഥ പിതാവ് സകലത്തെ ഉളവാക്കി അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ഹെബ്രായർ 1:2. അനേകർക്ക് ഈ വചനം അറിയത്തില്ല. ഹല്ലേലൂയ. അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. സങ്കീർത്തനം 2 തന്നെ പറയുന്നുണ്ട്, പുത്രനോട് പിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ഭൂമിയെ അവകാശമായി തരും, അവകാശമായി തരും. ഹല്ലേലൂയ. മത്തായി 21:33 മുതലുള്ള ഉപമകളിലുണ്ട്. കുടിയാന്മാർ യേശുവിനെ കണ്ടപ്പോൾ, പുത്രനെ കണ്ടപ്പോൾ, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ തോട്ടം നമ്മുടേതാകും. ഹല്ലേലൂയ. യേശു അവകാശി എന്ന് പറയുമ്പോൾ പലർക്കും വേദന എടുക്കുന്നെങ്കിൽ എനിക്കറിയാം. പക്ഷേ ബൈബിളിലെ സത്യമല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ബന്ധിക്കപ്പെട്ടു പോയില്ലേ വചനത്താൽ. ഹല്ലേലൂയ. പക്ഷെ ഈ ബന്ധനത്തിലായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഈ ബന്ധനം എന്നെ ലക്ഷ്യത്തിലെത്തിക്കും. അപ്പോ സഭയോടെ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു വചനം നിവർത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. അപ്പൊ ആ വചനം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചക പുസ്തകം 40-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ യഹോവയുടെ ഭരണം തന്റെ പുത്രനായ, തന്റെ ഭുജമായ ക്രിസ്തു വഴി നടപ്പിലാകുന്നത് വരെ, അത് നമുക്കൊന്ന് യെശയ്യാ 40-3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മളിത് കീ വാക്യമായിട്ട് വായിച്ചിട്ട് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. വായിച്ചോളൂ. യെശയ്യാ 40-3 മുതൽ 10 വരെ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്.
കേട്ടോ, വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ, ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കും. സുവാർത്താദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്താദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്നും പറക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ എന്റെ പ്രിയ സഹോദരങ്ങളെ, അവസാനം ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരും. ഇതാണ് സുവിശേഷം. മനസ്സിലായോ? യേശു ക്രിസ്തു, നിങ്ങൾ ഇന്ത്യക്കൊപ്പം ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു മരിച്ചതൊക്കെ സുവിശേഷം തന്നെയാ, യാതൊരു സംശയമില്ല. പക്ഷെ യേശു പ്രസംഗിച്ച സുവിശേഷം അതൊന്നും അല്ല. ഞാൻ മരിച്ചു, എന്നെ കർത്താവായി സ്വീകരിക്കൂ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നോ, നമ്മളിന്ന് പറയുന്നതാ, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാ. യേശു പ്രസംഗിച്ച സുവിശേഷം അതേ അല്ല കേട്ടോ, അതേ അല്ല. യേശു പ്രസംഗിച്ച സുവിശേഷം ഇന്ന് പിശാച് സഭകളിൽ നിന്ന് എടുത്തിട്ട് മാറ്റി. അന്നേരം യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണം മാത്രം അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് പൗലോസ് പറഞ്ഞതിന് ചേർത്തു, ഞങ്ങൾ ഒപ്പുശീലയുടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പൊ വചനമായില്ലേ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നാം പ്രസംഗിക്കണം. പക്ഷെ അതിനു മുമ്പ് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം അറിയിക്കണം. ആ യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമാണ് ലക്ഷ്യം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അതിലേക്കുള്ള മാർഗമാണ്. ലക്ഷ്യമില്ലാതെ മാർഗം പറഞ്ഞിട്ട് എന്തിനാ മക്കളെ? അതേ 21-22-23 പെട്ടതുപോലെ എല്ലാം പോയി പെടത്തില്ലേ? 21-22-23 എന്താ? ജഡ്ജ്മെന്റാ. എല്ലാവരും യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാ. ഈ യേശു ക്രൂശിക്കപ്പെട്ട സുവിശേഷം അറിയിച്ചവരുവാ. രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കിയവരാ, പ്രവചിച്ചവരുമാണ്. എന്നിട്ട് അതായത് അനേക സുവിശേഷവും ആരാധനയും യേശു കർത്താവ് എന്നുള്ള സ്വീകരണവും എല്ലാം കഴിഞ്ഞ് ആഘോഷമായി നരകത്തിലേക്ക്. കർത്താവ് പറഞ്ഞു, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. മറ്റൊരു പറഞ്ഞു, നിന്റെ നാമത്തെ എന്തൊക്കെ വേലകളാ ഞങ്ങൾ ചെയ്തത്. മൊത്തം വേലയായിരുന്നു, ഒന്നിനും സമയമില്ലായിരുന്നു, എല്ലായിടത്തും ഓട്ടമായിരുന്നു. അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റത് ചെയ്തു, അതിനുശേഷം പല പല കാര്യങ്ങൾ ചെയ്തു. ഇല്ലേ? സമയമില്ല അല്ലേ? ഒന്നിനും ഭയങ്കര തിരക്കാ. എന്താ പറഞ്ഞു, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അവരോട് സംസാരിക്കാൻ പോലും നിന്നില്ല. ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അതും പ്രവർത്തിക്കുന്നു. ഇതൊന്നും കേൾക്കാനല്ല പോകണ്ടേ. അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാക്കാം, എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ വിശ്വസിക്കും. സത്യം പറയുന്നവന് എപ്പോഴും ഏറ് കിട്ടും. ഞാനൊക്കെ ബൈബിൾ കോളേജൊക്കെ പഠിച്ചപ്പോ എപ്പോഴും സാർ ഇങ്ങനെ ഒരു കാര്യം പറയായിരുന്നു. ഈ ഫലമുള്ള, കാരണന്മാര് പറഞ്ഞത് പുള്ളി കേട്ട് പറഞ്ഞാണ്, ഈ ഫലമുള്ള മാവിന് ഏറ് കിട്ടുള്ളൂ, ഫലമില്ലാത്തതിന് എന്താ? ബൈബിളില് 7 സഭകളോട് പറയുമ്പോ ഒരു സഭയോട് പറയുന്നുണ്ട്, സതീസാന്ന് ഞാൻ ചിന്തിക്കുന്നു. സതീസിനോട് പറയാണ്, നിനക്ക് ജീവനുണ്ടോ ഉള്ളവനെന്ന് പേരുണ്ട്, പക്ഷെ നീ ചത്തവനാണ്. അവനെ പിശാചിന് പോലും വേണ്ട. അവനിങ്ങനെ തുള്ളി 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 അവസാന നരകത്തിലേക്ക് പോവുകയാണെന്ന് കർത്താവ് തള്ളൂന്ന് പിശാചിനും അറിയാം. അതുകൊണ്ട് പിശാചിനും വിട്ടു. പക്ഷെ നീ ഫലമുള്ളവനാണോ? ക്രിസ്തുവിനെ പോലെ, പൗലോസിനെ പോലെ നിന്റെ പുറകെ ആയിരിക്കും പിശാച്. പക്ഷെ നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നിശ്ചയിച്ച് നിയമിച്ച സമയം വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇതുപോലെയാണ് യേശു ക്രിസ്തുവിനെ തകർത്ത് കളയാനായിട്ട് ഹെരോദോ വരുന്നു എന്ന് പറഞ്ഞപ്പോ യേശു ക്രിസ്തു പറഞ്ഞു, പോയി അക്കുറുക്കനോട് പോയി പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ 3 ശുശ്രൂഷ കഴിഞ്ഞിട്ടേ പോവുള്ളൂ, കാരണം എന്റെ പിതാവ് എന്നെ അതിനാ നിയമിച്ചേക്കണം. നിന്റെ വീട്ടിലൊന്നും ഒരു കാര്യമില്ല. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ശ്രദ്ധയോടെ കാര്യം മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ അവസാനിക്കുന്നത്, യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. ഇതാ യേശു ക്രിസ്തു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവം ഭരിക്കാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു. പഴയ നിയമത്തിലും സുവിശേഷം അത് തന്നെയാണ്. എന്നിട്ട് പറയുന്നത്, സുവാർത്ത ദൂതിയേ. സുവാർത്ത എന്ന് പറഞ്ഞാൽ അറിയോ? സുവിശേഷം. പഴയ നിയമത്തിൽ സുവാർത്ത എന്ന് പറഞ്ഞു, പുതിയ നിയമത്തിൽ സുവിശേഷം എന്ന് പറഞ്ഞു. സുവാർത്ത എന്ന് പറഞ്ഞൊരു ചർച്ചും കൂടി ഉണ്ട്, അറിയോ ആ പേരില്? അപ്പൊ ഈ പഴയ നിയമത്തിലെ സുവിശേഷം നമുക്ക് പ്രസംഗിക്കണ്ടേ? പഴയ നിയമത്തിലെ സുവിശേഷം തന്നെയാ പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു പ്രസംഗിച്ചത്. യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. എന്തിനാ ബലശാലിയായി വരുന്നത്?
കാരണം ഇവിടത്തെ 2 രാജ്യങ്ങളെ 2 കിരീടങ്ങളെ എടുത്തു കളയണം. ബലശാലിയായി വരുന്നു. എന്നിട്ട് അവന്റെ ഭുജം അവന് വേണ്ടി വർണ്ണം ചെയ്യുന്നു. ആരാ അവന്റെ ഭുജം? ഞാൻ നേരത്തെ കാണിച്ചില്ലേ, വ്യക്തി ഭുജം. ഇതാണ് ഭുജം, മനസ്സിലായോ? ഈ ഭുജം ദൈവത്തിന്, ഈ ഭുജമാണ് ക്രിസ്തു, ദൈവത്തിന്റെ ഭുജം. എപ്പോഴും പറയാറില്ലേ, തന്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തു, പിതാവിന്റെ വലതുഭാഗത്ത്. നമുക്കാണ് ധൃതി ഈ വലതുഭാഗത്തുള്ള ആളെ, മെയിൻ പിതാവിനെ മാറ്റിയിട്ട് വലതുഭാഗത്തുള്ള ആളോടെ ഇരുത്തണം. നമുക്കാണ് ധൃതി. ഭുജം, പിതാവിന് വേണ്ടി ക്രിസ്തു ഭരണം നടത്തുന്നു. ഭുജം ഭരണം നടത്തുന്നു. ആ ഭുജത്തിന്റെ വിരലുകളായി എന്നെയും നിങ്ങളെയും ക്രിസ്തുവിന്റെ അവയവങ്ങളായി വെച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാം കൂടി ഒരു വൺ ബോഡി ഭരണമാണ്, സിംഗിൾ ബോഡി ഭരണം. ക്രിസ്തുവിൽ നമ്മളെ ഏക ശരീരമായി വിളിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഇതിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ചിട്ട് എന്തിനാ? കാൽവരി ക്രൂശിലെ യാഗം മാർഗമാണ്. ഈ പറഞ്ഞതാണ് ലക്ഷ്യം. സ്വർഗസ്ഥ പിതാവോട് ഒരുമിച്ച് ക്രിസ്തുവിൽ നാം ഒന്നായിത്തീർന്നു. ഇതാണ് യേശു ക്രിസ്തു പലവട്ടം പറഞ്ഞിട്ട് നാം ഒരു വട്ടം പറയാതിരിക്കുന്ന കാര്യം. യേശു ക്രിസ്തു പറയുന്നു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം. നമ്മൾ എന്ത് പറയും? ഞങ്ങൾ അത് പറയില്ല, ഞങ്ങളത് കണ്ടേയില്ല. ഞങ്ങൾ പറയും അങ്ങും പിതാവ് ഒന്നാണ്, അങ്ങാണ് പിതാവ്. ഹല്ലേലൂയ. യേശു പറഞ്ഞു ഞാനും പിതാവ് ഒന്നാണ്. ഞാനാണ് പിതാവ് എന്നല്ല പറഞ്ഞേ, ഞാനും പിതാവും ഒന്നാണ്. ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞോളൂ, അവിടെ നിർത്തിയോളൂ. അതിനുശേഷം പറഞ്ഞതെല്ലാം താഴേക്ക് വരുമ്പോ ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം. അതായത് അവസാനം ഈ ഒരു സെറ്റപ്പിലേക്ക് വരണം. സ്വർഗസ്ഥ പിതാവ് സർവ മണ്ഡലത്തിനും രാജാവായിരിക്കും. എന്നാൽ ആ രാജാവിന് വേണ്ടി വാഴുന്നത് തന്റെ ഭുജമാണ്, ക്രിസ്തുവാണ്. ആ ക്രിസ്തു വാഴുന്നത് നമ്മളിലൂടെയാണ്, എല്ലാം മുഖാന്തരമാണ്. അപ്പൊ എന്റെ പ്രിയ സഹോദരൻ, അതൊരു ബോഡി സിസ്റ്റമാണ്, സിംഗിൾ ബോഡി സിസ്റ്റം. അപ്പൊ ഇതിലേക്ക് എത്തിച്ചേരണം. അപ്പൊ ഇതാണ് സുവാർത്ത. അപ്പോ ഇതിനു വേണ്ടി തുടക്കം മുതൽ വായിക്കുമ്പോൾ യഹോവയ്ക്ക് വഴി തുറക്കണം, വഴി തുറക്കണം. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വഴി തുറക്കുക എന്ന് പറയുമ്പോ വളരെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ വഴി എന്ന സംഭവത്തിൽ നമ്മളുടെ ധാരണയൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു നല്ല ഒരു എൽഡർലി ഒരു ദൈവദാസൻ, വളരെ ദൈവത്തോട് സ്നേഹമുള്ള ഒരു വ്യക്തി. അപ്പൊ ആ വ്യക്തിയോട് ചില കാര്യങ്ങളെ കൗൺസിൽ ചെയ്ത സമയത്ത് ആ വ്യക്തി എന്നോട് പറഞ്ഞത്, ആ സ്ഥലത്തിൽ കൂടി ഒരു വഴിയുണ്ട് എന്നെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനത് അറിഞ്ഞു. ആ ഡ്രോയിങ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. മാത്രമല്ല അവിടെ ഒരാൾ എന്നോട് പറഞ്ഞു വഴിയുണ്ടെന്ന്. അപ്പോ വഴിയുണ്ട് എന്ന് ഡ്രോയിങ് വിശാലമായിട്ട് വരച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ആ ഡ്രോയിങ് കണ്ടപ്പോൾ, ആ ഡ്രോയിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ വഴിക്ക് ഒരു നല്ലൊരു വീതി ഉള്ളതായിട്ട് കാണാം. അപ്പോ എനിക്ക് മനസ്സിലായില്ല, ഇതൊരു എൽഡർലി ദേവദാസ്, ഒരു പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു വഴിയുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 3 അടി വഴിയുണ്ട്. വഴി എന്ന് വെച്ചാൽ 3 അടിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, വഴി 3 അടിയോ? സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, അങ്കിളെ ഇതാ ഇതിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്, വ്യക്തമായിട്ട് അതിൽ ആ പ്ലാനിൽ കാണിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഉടനെ പറയാ, റോഡല്ല വഴി, വഴി. അപ്പൊ ഞാൻ വീണ്ടും, എന്റെ അങ്കിളെ വഴിയുടെ ഇംഗ്ലീഷ് പേരാണ് റോഡ്. അപ്പൊ പുള്ളിക്ക് ആകെ കൺഫ്യൂഷനായി. അപ്പൊ നമ്മളുടെ തെറ്റിദ്ധാരണ മാറണം. അപ്പൊ ഇതിന്റെ തുടക്കം തന്നെ പറഞ്ഞ് യഹോവയ്ക്ക് വഴി തുറക്കാനാ പറയണേ. എന്നിട്ട് അവിടെ പറയാണ്, അത് വെറും വഴിയല്ല, രാജവീതി തുറക്കണം എന്ന് പറയാം. രാജവീതി, ഹൈവേ എന്നാണ് താഴെ എഴുതിയിട്ട്, ഹൈവേ, രാജവീതി എന്നാണ്. ഇത് ഹൈവേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ ഇതിന്റെ അർത്ഥം ഒന്ന് പരിശോധിച്ചു. എന്തുകൊണ്ടാണ് ഈ അങ്കിൾ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം? അർത്ഥം ഒന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, പണ്ടത്തെ ആളുകളല്ലേ വഴി എന്ന് പറഞ്ഞാൽ നടക്കുന്ന പാത എന്നാണ് അവർ ചിന്തിക്കണേ. അപ്പൊ ഞാന് അതിന്റെ
ഏതായാലും മനസ്സിലാക്കണമല്ലേ, കാരണം യഹോവയ്ക്കും വഴിയല്ല തുറക്കണ്ടേ. അപ്പൊ എങ്ങനത്തെ വഴി തുറക്കണം? അപ്പൊ ഞാൻ അതിന്റെ ഡിക്ഷണറി എടുത്തപ്പോ അതിൽ എഴുതിയിരിക്കുകയാണ്, അത് നമ്മുടെ ഓൾഡ് മൈൻഡ് സെറ്റ്, പഴയ മൈൻഡ് സെറ്റ് ആണ് ഈ വഴി എന്ന് പറയുന്നത്. കാരണം പണ്ട് കാലത്ത് ഇതുപോലെ റോഡൊന്നും ഇല്ലായിരുന്നു. അപ്പോ ഇടവഴി എന്നുള്ളൊരു ചിന്തയാണ്, നടപ്പാതെ ഒരു ചിന്തയാണ് പുള്ളിക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ ഞാൻ ഇതിന്റെ അർത്ഥം വായിക്കാം. എന്നതിന് ഈവൻ ഇംഗ്ലീഷ് വേർഡും മലയാളത്തിലായി കഴിയും. റോഡ് എന്നതിന് മലയാളത്തിൽ ഒന്ന് റോഡ്, വഴി, പാത, നിരത്ത്, പാണ്ഡാവ്, പദ്ധതി, പാത, രദ്യ എന്നിങ്ങനെയുള്ള പല വാക്കുകളുണ്ട്. മനസ്സിലായോ? ഇനി താഴെ സാധാരണയായി റോഡ് അല്ലെങ്കിൽ വഴി എന്ന് ഉപയോഗിക്കുന്നു. ഇതാണ് ഡിക്ഷണറി വാക്ക്. അപ്പോ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി യഹോവ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, യഹോവയ്ക്ക് വഴി തുറക്കാൻ പറഞ്ഞപ്പോ യഹോവയ്ക്ക് 3 രീതിയിൽ സംഭവം തുറക്കുകയല്ല, പകരം രാജവീതി തുറക്കാൻ എഴുതിയേക്കണം. രാജവീതി, അതിന്റെ ഞാൻ വായിക്കാം. ഹൈ റോഡ് അല്ലെങ്കിൽ ഹൈവേ എന്നതിന് രാജവീതി അല്ലെങ്കിൽ പെരുവഴി എന്ന് പറയാം. പെരുവഴി ഇവിടെ പറയാണ് യഹോവയ്ക്ക് പെരുവഴി തുറക്കുക. വഴി എന്ന് പറഞ്ഞിട്ട് പറയാണ് പെരുവഴി തുറക്കുക. അപ്പോ നമ്മൾ വളരെ ശ്രദ്ധിച്ചോളണം, ഇവിടെ യഹോവയ്ക്ക് വരമ്പല്ല തുറക്കേണ്ടത്, നടപ്പാതയല്ല തുറക്കേണ്ടത്, വൺ വേ റോഡല്ല തുറക്കേണ്ടത്, രാജവീതിയാണ്, പെരുവഴിയാണ് തുറക്കേണ്ടത്. പെരുവഴി നമ്മളുടെ ഇന്നത്തെ മൈൻഡ് പറഞ്ഞ ഹൈവേ തുറക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്വർഗത്തിലെ യഹോവയ്ക്ക് ഹൈവേ തുറന്നിട്ട് യഹോവ ബലശാലിയായി നമ്മളിലൂടെയാണ് ഹൈവേ തുറക്കുന്നത് കേട്ടോ, കാരണം യഹോവ ആത്മാവാണ്. ഹൈവേ തുറന്നിട്ട് നമ്മളിലൂടെ യഹോവ ഭൂമിയിൽ വെളിപ്പെടുകയും ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യും. ഇതാണ് സക്രിയ 14:9 പറയുന്നത്. അന്നാളിൽ യഹോവ സർവഭൂമിക്കും രാജാവാ. സർവഭൂമിക്കും രാജാവ് ആ. ഇനി ആ യഹോവയുടെ ഭുജമായ ക്രിസ്തു തന്റെ മകൻ അവകാശി ഈ അവകാശം ഏറ്റെടുത്തിട്ട് ഭരണം തുടങ്ങും. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ കാന്തയായ ജയം പ്രാപിക്കുന്ന ദൈവമക്കളായി നമ്മൾ ഭരണം ഏറ്റെടുക്കും. ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോ ഇതിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറെ സത്യങ്ങൾ അറിഞ്ഞാലേ അവിടെ എത്തുള്ളൂ. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വന്തമാക്കും. ഒരേ പ്രാവശ്യവും സ്വാതന്ത്ര്യം പ്രാപിച്ച് 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 വേണം അവിടെ എത്താനായിട്ട്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് ഇനി നമ്മൾ മനസ്സിലാക്കുമ്പോൾ 3 രാജ്യങ്ങളെ കുറിച്ച് പഠിക്കണം. ഇത് 3ഉം കണ്ണിൽ കാണാൻ പറ്റാത്ത രാജ്യങ്ങൾ. ഒന്ന് നമുക്കറിയാവുന്ന രാജ്യം, മനുഷ്യരാജ്യം. അപ്പൊ നിങ്ങൾ വിചാരിക്കും മനുഷ്യരാജ്യത്തെ കാണാൻ പറ്റുമല്ലോ. ശ്രദ്ധിച്ചു കേൾക്കുക. മനുഷ്യരാജ്യത്തിലെ ഭൗതിക മണ്ഡലത്തെ കാണാൻ പറ്റും, എന്നാൽ അതിന്റെ മനുഷ്യന്റെ ചിന്തകളെ കാണാൻ പറ്റത്തില്ല. മനുഷ്യനെ കാണാൻ പറ്റത്തില്ല. 2 പൈശാചിക രാജ്യം, അതും കാണാൻ പറ്റത്തില്ല. 3 ദൈവരാജ്യം, അതും കാണാൻ പറ്റത്തില്ല. ഇപ്പൊ 3 രാജ്യങ്ങളുണ്ട്. ഈ 3 രാജ്യങ്ങളെ കാണാൻ പറ്റത്തില്ല. നമുക്കത് വചനത്തിലൂടെ തെളിയിക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കണം, ദൈവരാജ്യവും പൈശാചിക രാജ്യവും മനുഷ്യനിൽ എന്നാണ് നമ്മുടെ ടൈറ്റില്. ഘടനയും പ്രവർത്തനം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയെങ്കിലേ കാരണം നമ്മൾ ഇനി വാഴാൻ പോകുന്നത് ഒരു ഭൗതിക രാജ്യമാണെങ്കിൽ പോലും നമ്മളുടെ എക്സിസ്റ്റൻസ് ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലായിരിക്കും. ദൈവരാജ്യം ആത്മീയമാണ്. അപ്പൊ ഈ ഒരു തലം വ്യക്തതയോടെ മനസ്സിലാകും. അപ്പൊ ഇതുമായി ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ, ഇതാ മനുഷ്യരാജ്യം ഉണ്ടോ എന്ന് നോക്കാം.
മനുഷ്യരാജ്യം നമുക്ക് കാണാൻ പറ്റും. അതായത് മനുഷ്യരാജ്യത്തിന്റെ ഒരു ഭാഗം അദൃശ്യമാണ്, കാണാൻ പറ്റത്തില്ല. അതാണ് റിയൽ. മറുഭാഗം നമുക്ക് കാണാൻ പറ്റും. അതാണ് ഭൗതിക മണ്ഡലം. എന്നാൽ യഥാർത്ഥ മനുഷ്യരാജ്യം ആത്മമണ്ഡലമാണ്, അത് കാണാൻ പറ്റത്തില്ല. ഇനി പൈശാചിക രാജ്യം, അതും കാണാൻ പറ്റത്തില്ല. ദൈവരാജ്യം, അതും കാണാൻ പറ്റത്തില്ല. ഇനി ഈ 3 രാജ്യങ്ങൾ ഉണ്ടെന്നുള്ളത് ചില വചനങ്ങൾ വായിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് കൺഫേം ചെയ്യാം. മനുഷ്യരാജ്യം ഉണ്ടോ എന്നുള്ളത്. ഇതാ സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായം, അതിന്റെ 1 മുതൽ 12 വരെ വായിക്കുമ്പോൾ മനുഷ്യരാജ്യം ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്നത് പോലെ അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളായിട്ട്. അപ്പോ അതാണ് നമ്മൾ ചിന്തിക്കുന്ന ആ രാജ്യങ്ങൾ. ശ്രദ്ധിക്കാം. സങ്കീർത്തനം 2-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. ശ്രദ്ധിച്ചേ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഭൂമിയിലെ രാജാക്കന്മാർ അവർ, ഭൂമിയിലെ ഭരണാധികാരികൾ സ്വർഗഭരണത്തെ അംഗീകരിക്കുന്നില്ല. സ്വർഗസ്ഥ പിതാവിന്റെയും തന്റെ അഭിഷിക്തനായ ക്രിസ്തുവിന്റെയും ഭരണം അംഗീകരിക്കുന്നില്ല. അവർ ദൈവപുത്രനായ ക്രിസ്തുവിനും നേരെ സംസാരിക്കുന്ന രംഗമാണ് അവിടെ കാണുന്നത്. അപ്പോ ഇവിടെ ആദ്യം തന്നെ വായിക്കുന്ന ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്താ? ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ why do the nations rage and the people meditate a vain thing? വ്യർത്ഥമായ കാര്യം ജനങ്ങൾ ചെയ്യുന്നു. നേഷൻസ്, രാഷ്ട്രങ്ങൾ കലഹിക്കുന്നു. ആർക്കെതിരെയാണ്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും, സ്വർഗസ്ഥ പിതാവിനും അഭിഷിക്തൻ യേശു ക്രിസ്തുവിന്, അതായത് നമ്മുടെ ഭാഷയിൽ യേശു ക്രിസ്തു, ദൈവത്തിന്റെ അവകാശി, വിരോധമായി ഭൂമിയിൽ രാജാക്കന്മാർ എഴുന്നേൽക്കുക, അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറിലെ എറിഞ്ഞു കളയുക. സ്വർഗം വെച്ച നിയമങ്ങളെ കട്ടിത് കളയുക, അവരുടെ കീഴ് നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഭൂമിയിലെ രാജാക്കന്മാരാണ്. അവിടെ പറയാണ് നേഷൻസ്, രാഷ്ട്രങ്ങൾ. അപ്പോ ഏത് രാഷ്ട്ര? മനുഷ്യരാഷ്ട്രങ്ങൾ. അപ്പൊ മനുഷ്യരാജ്യം ഉണ്ടെന്ന് മനസ്സിലായോ? മനുഷ്യരാഷ്ട്രങ്ങൾ. ഇനി ഈ സങ്കീർത്തനം മുഴുവൻ താഴേക്ക് വരുമ്പോ സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനോട് പറയാണ്, ഭൂമി ഞാൻ നിനക്ക് അവകാശമായി തരാം. എന്നോട് ചോദിക്കാൻ നീ, ഭൂമിയിലെ രാജാക്കന്മാർ നമ്മുടെ നിയമങ്ങൾക്ക് കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ മനുഷ്യ രാജ്യങ്ങൾ നമ്മുടെ നിയമത്തിന് കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പുത്ര, നീ എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ഭൂമിയെ അവകാശമായി തരാം എന്ന് പറയുന്ന സാഹചര്യവുമാണ് അവിടെ. മാത്രമല്ല, ഭൂമി രാജാക്കന്മാരോട് പറയുന്നു, നിങ്ങൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ എൻ്റെ ഈ പുത്രനെ ചുംബിച്ചു കൊള്ളണം, അതായത് പുത്രനെ അനുസരിച്ചു കൊള്ളണം. ഇതാണ് അവിടുത്തെ സന്ദേശം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മളുടെ ഇപ്പൊ എന്ത് തെളിയിക്കാൻ അങ്ങോട്ട് പോയേ? ഭൂമിയിൽ രാഷ്ട്രങ്ങളുണ്ട്, മനുഷ്യരാഷ്ട്രങ്ങൾ ഉണ്ടോ എന്ന് തെളിയിക്കണം. അപ്പൊ ക്ലിയർ ആയില്ലേ മനുഷ്യരാജ്യം ഉണ്ടെന്നുള്ള കാര്യം? ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തത് തെളിയിക്കേണ്ടത് പൈശാചിക രാജ്യം ഉണ്ടോ എന്നുള്ളതാണ്. പൈശാചിക രാജ്യം ഉണ്ടോ എന്നുള്ളതാണ് അടുത്തത് തെളിയിക്കേണ്ടത്. ഈ പൈശാചിക രാജ്യം യേശു ക്രിസ്തു ഇവിടെ വന്നപ്പോ യേശുവിനെതിരെ ഇളകി, ദൈവപുത്രന്മാർക്കെതിരെ ഇളകുന്നത് പൈശാചിക രാജ്യമാണ്, അവന്റെ ആളുകളുമാണ്.
ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 26 മുതൽ 28 വരെ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ പൈശാചിക രാജ്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിച്ചാട്ടെ, മത്തായി 12-ന്റെ 26 മുതൽ 28 വരെ. ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ. പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പോ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, സാത്താനോട് തന്നെ എതിർത്താൽ സാത്താന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പൊ ക്ലിയർ ആയോ? സാത്താൻ എന്നാ ഉണ്ട്? രാജ്യമുണ്ട്. അപ്പൊ മനുഷ്യന് രാജ്യമുണ്ട്, സാത്താന് രാജ്യമുണ്ട്. ക്ലിയർ അല്ലേ? ഇനി മനുഷ്യന്റെ ഭൗതിക മണ്ഡലം മാത്രമേ രാജ്യമായിട്ട് കാണാൻ പറ്റൂ. പക്ഷെ യഥാർത്ഥ മനുഷ്യ രാജ്യം അദൃശ്യമാണ്. ഭൗതിക മണ്ഡലം മാത്രമേ കാണാൻ പറ്റൂ. ഇനി അടുത്തത് സാത്താന്റെ രാജ്യം. സാത്താന്റെ രാജ്യം മൊത്തം അദൃശ്യം. ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്ന് നമ്മൾ അറിയരുതെന്നുമാണ് അവന്റെ ആഗ്രഹം. മൊത്തം അദൃശ്യം. അപ്പൊ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കണമല്ലോ. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിഞ്ഞു കഴിയുമ്പോൾ ഈ ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കിക്കോളണം. മനസ്സിലായോ? ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കിക്കോളണം. ഹല്ലേലൂയ. ഇനി അടുത്തത് ദൈവരാജ്യം എന്ന് പറയുന്ന വേറൊരു രാജ്യം. ഇത് നമ്മൾ വ്യക്തമായിട്ട് അറിയണം എന്റെ പൊന്നുമകളെ. കാരണം ഇത് മൊത്തം പറഞ്ഞത് യേശുവാണ്. മനുഷ്യരാജ്യം മാത്രമല്ല, പൈശാചി രാജ്യം മാത്രമല്ല, മറ്റൊരു രാജ്യം വരുന്നു, ദൈവരാജ്യം. ഇനി അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഭൂതങ്ങൾ പുറത്തു പോകുന്നത്. താഴേക്ക് 27-28. ലോർഡ് ഐ ലവ് യു. ഞാൻ ബെയേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. ക്ലിയർ ആയോ? ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. അപ്പൊ എത്ര രാജ്യമായി പോകും? 3 രാജ്യമുണ്ട്. മനുഷ്യരാജ്യം, പൈശാചിക രാജ്യം, ദൈവരാജ്യം. ഇതിൽ ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല, പൈശാചിക രാജ്യം കാണാൻ പറ്റത്തില്ല, മനുഷ്യരാജ്യത്തിന്റെ യഥാർത്ഥ തലം കാണാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ റിഫ്ലക്ഷൻ ശരീരത്തിലുള്ളത് കാണാൻ പറ്റും. ഭൂമിയുമായി ബന്ധപ്പെട്ട, കാരണം ഈ സംഭവം മൊത്തം ഭൂമിയാണ്. എ പീസ് ഓഫ് ലാൻഡ് ആണ് ഈ ശരീരം. മനസ്സിലാവുന്നുണ്ടോ? ഇതുമായിട്ടുള്ളത് ബന്ധപ്പെട്ടത് മാത്രമേ കാണാൻ പറ്റൂ. 3 അദൃശ്യ രാജ്യങ്ങളാണ്. അതിൽ മനുഷ്യൻ്റെത് മാത്രമാണ് ദൃശ്യമായ ഒരു പാർട്ടുള്ളൂ. ക്ലിയർ അല്ലേ? യേശു ക്രിസ്തു അവിടെ പറഞ്ഞ കേട്ടോ, സാത്താന്റെ രാജ്യം ഉണ്ടെന്ന്. അതിന് യേശു പറയാണ് ദൈവരാജ്യം വന്നു എന്നതിന്റെ തെളിവ് എന്നാണെന്നറിയാമോ നിങ്ങളുടെ ഇടയിലേക്ക്? ഇതാ ദൈവരാജ്യത്താൽ ഈ സാത്താൻ രാജ്യത്തെ ഭൂതങ്ങളെ പുറത്താക്കുന്നു. എവിടെ നിന്ന് പുറത്താക്കുന്നു? ഈ സാത്താൻ മനുഷ്യരാജ്യത്തിൽ കയറി കിടക്കുന്നു. മനുഷ്യരാജ്യത്തിൽ കയറി കിടക്കുന്ന സാത്താന്റെ രാജ്യക്കാരെ ദൈവരാജ്യക്കാരനായ യേശു പുറത്താക്കുന്നു. മനസ്സിലായോ? അപ്പൊ അതിന്റെ പവർ കണ്ടോ? മനുഷ്യരാജ്യത്തിന് പിശാചി രാജ്യത്തെ പുറത്താക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവരാജ്യത്തിന് ഇലിഗലായിട്ട് മനുഷ്യരാജ്യത്തിൽ കയറി കിടക്കുന്ന പിശാചിനെ പുറത്താക്കാൻ പറ്റും. ഹല്ലേലൂയ. അല്ലാണ്ട് നമ്മളുടെ പ്രസംഗത്തിന്റെ സ്പീഡ് കൂടിയതുകൊണ്ടോ ഓർഗന്റെ പവർ കൂടിയതുകൊണ്ടോ ഒന്നും ഒരു സംഭവം നടക്കില്ല. ദൈവരാജ്യം വരണം. ദൈവരാജ്യം വന്നാലേ പൈശാചിരാജ്യം ഓടത്തുള്ളൂ. മനുഷ്യരാജ്യത്തെ ഓൾറെഡി അവർ കീഴടക്കിയിട്ടിരിക്കുന്നതാണ്. അപ്പൊ 3 രാജ്യങ്ങൾ നിങ്ങൾ കേട്ടു അല്ലെ? അപ്പൊ 3 രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോ ഉറപ്പായി. ഇനി 1-2 വചനങ്ങൾ കൂടി പറഞ്ഞ് അതിൽ നിന്ന് കൺഫേം ആക്കാം. യേശുക്രിസ്തു വന്നപ്പോ യേശുക്രിസ്തു എന്നും പറഞ്ഞോണ്ടേ വരുന്നേ,
നമ്മളൊക്കെ ഒരാളെ കാണുമ്പോൾ ആദ്യം പറയുന്ന ഹായ്, എന്തുണ്ട് വിശേഷങ്ങള്, ഞങ്ങളുടെ അവിടെയൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നിങ്ങൾ അവിടെ സുഖമായിരിക്കുന്നു എന്നൊക്കെയല്ലേ. യേശുവിന്റെ ആദ്യ സന്ദേശം വിശേഷം പറയത്തിലല്ലായിരുന്നു, നമ്മുടെ സ്വർഗത്തിലെ വിശേഷം നമ്മളെ സംബന്ധിച്ചുള്ളത് പറയായിരുന്നു. യേശു വന്ന് പറഞ്ഞത് എങ്ങനെയാണ്? അന്ന് മുതൽ അവൻ പ്രസംഗിച്ചു തുടങ്ങി. വിശേഷം പറയാ, എവിടത്തെ? സ്വർഗത്തിലെ നിങ്ങളെ കുറിച്ചുള്ള വിശേഷം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, യഹോവയായ ദൈവം ബലശാലിയായി വരുന്നു. ഇതായിരുന്നു സന്ദേശം. അപ്പോ ദൈവരാജ്യം വരുന്നു, യഹോവയാം ദൈവം. ദൈവരാജ്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സ്വർഗസ്ഥ പിതാവാണ്. സ്വർഗസ്ഥ പിതാവിന്റെ ഭരണമാണ്, അധികാരമാണ്. അത് വരുന്നു. എങ്ങോട്ടേക്ക്? മനുഷ്യ നിങ്ങളുടെ അടുക്കലേക്ക്. അതൊരു മനുഷ്യ, നീ മാനസാന്തരപ്പെടണം, ഈ പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഇതാണ് യേശു പറഞ്ഞ സുവിശേഷം. അല്ലാണ്ട് ഞാൻ മരിച്ചു, ഞാൻ ഉയർത്തെഴുന്നേറ്റു, എന്നെ കർത്താവ് ശരി, അതൊന്നുമല്ല യേശു പറഞ്ഞു. പക്ഷെ നമ്മളിന്ന് അതുകൂടി പറയണം, കാരണം അത് മാർഗമാണ്. എങ്ങോട്ടെ? ഈ പറഞ്ഞ യേശു പ്രസംഗിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്ന മാർഗം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും വേണം. ഒരു നാണയത്തിന്റെ രണ്ട് സൈഡ് എന്നതുപോലെ രണ്ടും വേണം. ഞാനിത് പറയുന്നതുകൊണ്ടാണ് ഞാൻ എതിർക്കപ്പെടുന്നത്, ഞാനിത് പറയുന്നതുകൊണ്ടാണ് എന്നെ ആളുകൾ കല്ലെറിയുന്നത്. മനസ്സിലായോ? കാരണം ഞാൻ കണ്ടിട്ടുള്ള കാര്യം, ഓപ്പോസിറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളെ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ട് കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും, ഇല്ലേ? ഇതേ ഒരു രൂപം മാത്രമായിട്ട് കണ്ടാൽ മതി. ദൈവത്തിന്റെ ഭരണം ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യന്റെ രാജ്യവും പിശാചിന്റെ രാജ്യവും ഒരുമിച്ച് കല്ലെറിയും. തെളിവാണ് യേശുവിനെ എറിഞ്ഞത്. യേശുവിനെ എറിഞ്ഞത് ആരാണോ? പള്ളിക്കാർ തന്നെയാണ്. അതിന്റെ അർത്ഥം പള്ളി മുഴുവൻ പിശാചിന്റെ കീഴിൽ പോയത്. വളരെ കുറച്ചു പേരൊഴിച്ച് ദൈവരാജ്യത്തെ കാത്തുകൊണ്ടിരുന്ന അരമത്തിയിലെ ജോസഫും, പിന്നെ നിവർത്തിയില്ലാഞ്ഞിട്ട് ഈ ദേവദാസന്മാരുടെ ഇടയിൽ കൂടെയൊക്കെ വരാൻ നിവർത്തിയില്ലാഞ്ഞിട്ട് രാത്രിയിൽ തല മുണ്ടിട്ട് വന്ന നിക്കോദിമോസും, ഇങ്ങനെ കുറെ പേര് എൻ്റെ അടുക്ക് വരാറുണ്ട്. മുണ്ടക്കിട്ടേ വരുള്ളൂ. അങ്ങനെയുള്ള കുറെ പേര് അവരിതിനെ സപ്പോർട്ടീവായിരുന്നു. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയാനും വയ്യ. പിന്നെ മരിച്ചതിന് ശേഷമാണ് ഈ മന്ത്രിയായ ജോസഫൊക്കെ ഇറങ്ങി വന്നത്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, മാർക്കോസ് 1:15 യേശു ക്രിസ്തു പറഞ്ഞു വന്ന വിശേഷം, അതാണ് സുവിശേഷം. സ്വർഗത്തില് നമ്മളെ കുറിച്ചുള്ള ചിന്ത, അതാണ് ആ സുവിശേഷം. ആ ഭാഗം ഒന്ന് വായിച്ച്, മാർക്കോസ് 1:15. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. എന്ത് പൊട്ടത്തരം യേശു പറയുന്നേ! യേശു ഇതുവരെ മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല, അതിനു മുമ്പ് സുവിശേഷം പ്രസംഗിച്ചോ എന്ന് ചിലർക്ക് തോന്നിപ്പോ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ യേശു പറഞ്ഞത് കാൽവരി ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിനെ കുറിച്ചല്ല. പകരം താൻ ഇപ്പൊ പറഞ്ഞ സന്ദേശമാണ്. കാലം തികഞ്ഞു, യഹോവയായ ദൈവം ബലശാലിയായി വരുന്നു, നിങ്ങളോട് താമസിക്കാൻ, ഭരണം ഏറ്റെടുക്കാൻ. ദൈവരാജ്യം, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെടുക, സ്വകേന്ദ്രീകൃത ജീവിതം വിട്ട് ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് മാറുക എന്നാണ് സന്ദേശം. എന്നിട്ട് ഈ സുവിശേഷത്തിൽ ദൈവം നീയും കൂടെ ഒരുമിച്ച് പാർക്കുന്ന ഈ സുവിശേഷത്തിൽ നീ വിശ്വസിക്കുക എന്നതാണ് പറഞ്ഞത്. അപ്പൊ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ ആദ്യം യേശുവിൽ വിശ്വസിക്കാതെ യേശു പറഞ്ഞ സന്ദേശത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങോട്ടേക്കാണ് ഇത് വരുന്നത്? ഇത് വരുന്നത് പിശാച് വാഴുന്ന ലോകത്തിലേക്കാണ് വരുന്നത്. മനുഷ്യർ വാഴുന്ന ഭൂമിയിലേക്കാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവരാജ്യം വരുന്നു. ഇനി അത് വന്നിട്ട് യേശു ക്രിസ്തു നമ്മളെല്ലാം ദൈവരാജ്യമാക്കിയിട്ട് ഈ പിശാചിന്റെ ഇണ്ടത്തെയും ദൈവത്തിന് കീഴ്പ്പെടാത്ത മനുഷ്യന്റെ ഇണ്ടത്തെയും നീക്കിയിട്ട് നമ്മളാണ് ദൈവരാജ്യം.
ആയിത്തീരുന്നത്. ഇന്ന് ഇത് ഷാജി രാജ്യമാണെങ്കിൽ, ഇത് തുഷാര രാജ്യമാണെങ്കിൽ, അത് സാജു രാജ്യമാണെങ്കിൽ, വർഗീസ് രാജ്യമാണെങ്കിൽ അതിനെയൊക്കെ ദൈവരാജ്യമാക്കി മാറ്റും. തലകളെയൊക്കെ അവയവങ്ങളാക്കി മാറ്റും. ഭൂമിയിൽ എങ്ങനെയാണ്? അതിന്റെ തല തിരിവാണ്. അവയവങ്ങൾ വളർന്ന് വളർന്ന് തലയായി മാറും. അവയവങ്ങൾ വളർന്ന് വളർന്ന് തലയായി മാറും. സ്വർഗരാജ്യത്തിൽ അങ്ങനെയല്ല. തലകൾ റിവേഴ്സ് ആയിട്ട് വളർന്നിട്ട് അവയവങ്ങളായി മാറും. അപ്പൊ ഇന്ന് തലകളായ നമ്മളെയൊക്കെ ദൈവരാജ്യത്തിലേക്ക് കിടക്കുമ്പോൾ അവയവങ്ങളാക്കിയിട്ട് നമ്മുടെ തല ക്രിസ്തുവിന്റെ തല സ്വർഗസ്ഥ പിതാവുമായിരിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യമായി മാറും. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ പിശാചിനെയും അവന്റെ കൂട്ടരെയും ഒക്കെ കീഴ്പ്പെടുത്തണം. അതായത് പിശാചിന്റെ രാജ്യത്തെ കീഴ്പ്പെടുത്തണം. ദൈവത്തിന് നിരക്കാത്ത മനുഷ്യരാജ്യത്തെ കീഴ്പ്പെടുത്തണം. അത് നമ്മൾ പോകേണ്ടത് ക്രിസ്തു ചെയ്തു. ഈ കീഴ്പ്പെടുത്തിയിട്ട് അവസാനം ഈ രാജ്യം പിതാവിനെ ഏൽപ്പിക്കണം. ഇതാണ് ഫസ്റ്റ് കൊറിന്ത്യൻ 15:24. അത് അവസാനത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ സിസ്റ്ററെ, ഫസ്റ്റ് കൊറിന്ത്യൻ 15:24 ഒന്ന് വായിക്കാൻ കഴിയുമെങ്കിൽ, ഈ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ക്രിസ്തുവിന്റെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന്റെ ഒടുക്കം മനുഷ്യരാജ്യങ്ങളായ നമ്മളെ ദൈവരാജ്യങ്ങളാക്കി മാറ്റിയിട്ട് ഈ നമ്മളെ കിങ്ഡത്തെ പിതാവിനെ ഏൽപ്പിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. വായിച്ചാൽ, അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. രാജ്യം, കിങ്ഡം, അതായത് നമ്മളാണ് ദൈവത്തിന്റെ കിങ്ഡമായി തീരാൻ പോണത്. ഇന്ന് നമ്മൾ നമ്മുടെ കിങ്ഡമാണ്. ഷാജി കിങ്ഡം, മാത്യു കിങ്ഡം, വർഗീസ് കിങ്ഡം, ഇവയൊക്കെ തലകളെയൊക്കെ അവയവങ്ങളാക്കും യേശു. തലകളെയൊക്കെ അവയവങ്ങളാക്കും. അതാണ് യഥാർത്ഥത്തിന്റെ സ്പിരിച്വാലിറ്റി. നമുക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല. യേശു പറഞ്ഞിട്ടില്ലേ, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആരുമായുള്ള ബന്ധത്തിൽ? പിതാവുമായുള്ള ബന്ധത്തിൽ. താൻ അവയവം മാത്രമാണ് പിതാവുമായുള്ള ബന്ധത്തിൽ. പിതാവിന്റെ ശരീരമാണ് താൻ. പിതാവാണ് തല. അതുപോലെ നമ്മുടെ തല ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ തല പിതാവാണ്. അപ്പോ ആ ഒരു ഓർഡർ ദൈവരാജ്യത്തിന്റെ ഓർഡറാണ്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കും. അപ്പോ ദൈവം അനുവദിക്കുന്നെങ്കിൽ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ അവസാനം എല്ലാ വാഴ്ചകളെയും കർത്തൃത്വങ്ങളെയും ഒക്കെ നീക്കം വരുത്തിയിട്ട്, അപ്പോ ഇതൊക്കെ നീക്കം വരുത്തിയാലേ ഈ കാര്യം നടക്കൂ. ഇതെല്ലാം കളയണം. പൈശാചി രാജ്യത്തെയും കളയണം. ദൈവഹിതത്തിന് നിരക്കാത്ത നിൽക്കുന്ന മനുഷ്യരാജ്യത്തെ കളയണം. അപ്പോ ഇതെല്ലാം കളഞ്ഞിട്ട് ഇതാ നമ്മളെ രാജ്യം തന്നെ അയച്ച അപ്പന്റെ കയ്യിൽ ഏൽപ്പിക്കും. വചനമാണ് ഈ പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ. ഈ യേശു തന്നെയാണ് പിതാവെന്ന് പറയുന്നവരോട് ഒരു ചോദ്യം. യേശു തന്നെയാണ് പിതാവെങ്കിൽ എങ്ങനെ ഈ യേശു ഈ കിങ്ഡം പിതാവിനെ ഏൽപ്പിക്കും? എന്നിട്ട് എങ്ങനെ കീഴടങ്ങിയിരിക്കും? എനിക്കൊന്ന് ഉത്തരം തരണേ. കമന്റായിട്ട് എഴുതിയാലും മതി. താൻ തന്നെയാണ് പിതാവെങ്കിൽ തന്റെ കയ്യിൽ വെച്ചാ പോരെ? കൊടുക്കണതിനാ? താൻ തന്നെയല്ലേ പിതാവ്. അപ്പോ ഈ ഒരു ചിന്ത പറഞ്ഞ ജനത്തെ മതത്തിൽ കെട്ടിയിടരുത്. പകരം നമ്മളെ ദൈവത്തിനായി ഒരുക്കി ദൈവരാജ്യമാക്കി, സ്വന്തം രാജ്യക്കാരായ നമ്മളെ ദൈവരാജ്യമാക്കി പിതാവിനെ ഏൽപ്പിക്കും. എന്നിട്ട് പലർക്കും ചിന്തയുണ്ട്, ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? യേശു വീണ്ടും ദൈവമായി അത്യുന്നതനായി കയറിയിരിക്കും. അവിടെ അങ്ങനെയൊന്നും പറയുന്നില്ല. ആ പിതാവിന് കീഴടങ്ങി ഇരിക്കും. അപ്പോ വചനത്തിൽ ഇല്ലാത്തതൊന്നും നമ്മൾ കയറ്റിവിടണ്ട. ജനത്തെ ചതിക്കരുത്, നമ്മളെയും ചതിക്കരുത്. വചനം എന്ത് പറയണോ അത് തന്നെ നമ്മൾ വ്യക്തമായിട്ട് പറയാം. ആ പിതാവിന് കീഴടങ്ങിയിരിക്കും. ആരായിട്ട്? പിതാവിന്റെ ഭുജമായിട്ടിരിക്കും. പിതാവിന് വേണ്ടി വാഴുന്നവനായിട്ടിരിക്കും. അപ്പൊ അത് വ്യക്തമായിട്ട് ജനത്തെ പഠിപ്പിക്കുക. നമ്മൾ, ദൈവവചനം പറയുന്നു, നമ്മൾ ഈ വിരൽ കാണിക്കുമെന്ന് മനസ്സിലാക്കണം. നമ്മൾ ക്രിസ്തുവിനുള്ളതാണ്. ക്രിസ്തു ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ. 3:23 ഈ പറഞ്ഞത്. അപ്പൊ ഇതെപ്പോഴും ഓർമ്മ വേണം. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ മാറരുത്. വചനം മാറത്തില്ല. നമ്മളാണ് മാറ്റം, നമുക്കാണ് മാറ്റം വരേണ്ടത്. വായിച്ചാണ് സിസ്റ്റർ 1 Corinthians 3:23. 1 Corinthians 3:20.
നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ക്ലിയർ അല്ലേ? നിങ്ങൾ എന്താ ഈ വിരലിന് ഭുജത്തിനുള്ള, ഭുജം തലയ്ക്കുള്ള, ദൈവത്തിന്. മനസ്സിലായോ? നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവോ ദൈവത്തിനുള്ളവർ. നിങ്ങളുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഈ അറിയാതിരുന്നതാണ് സാത്താൻ കയറിഞ്ഞിറങ്ങിയത്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, സത്യമാണോ നിങ്ങൾ സ്വതന്ത്രമാകും? സത്യമല്ലയോ നിങ്ങൾ എന്നും ലോകത്തിലായിരിക്കും. സത്യം അറിയുന്നതിലൂടെയാണ് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. ഇനി അടുത്തത്, ഇതാണ് നമ്മളുടെ ഭാവി, ഇതാണ് നമ്മളെ കുറിച്ച് സ്വർഗത്തിൽ പാടുന്ന പാട്ട്. ആ പാട്ട് ഭൂമിയിലും നമ്മൾ എല്ലാ ആരാധനയ്ക്കും പാടണം. ഇതായിരുന്നു കർത്താവ് എനിക്ക് തന്ന ഈ ന്യൂ ഇയർ സോങ്. നമ്മൾ ഒരിക്കലത് പറഞ്ഞായിരുന്നു അല്ലേ? ഭൂമിയിൽ പാടാത്ത സ്വർഗത്തിൽ പാടുന്ന പാട്ട്. കാരണം ഭൂമിയിൽ പാടാൻ പറ്റാത്തതിന്റെ കാരണം ഭൂമിയിൽ വേറെ 2 രാജ്യങ്ങളുണ്ട്. പൈശാചിക രാജ്യമുണ്ട്, മനുഷ്യരാജ്യമുണ്ട്. ഈ 2 രാജ്യങ്ങളും പറയുന്നു, വേണ്ട വേണ്ട നിന്റെ ഭരണം, ഞങ്ങളുടെ ഭരണം ഇവിടെയുണ്ട്. മനസ്സിലായ? നിന്റെ ഭരണമൊന്നും വേണ്ട, നിനക്കും നിന്റെ അഭിഷിക്തനായ ക്രിസ്തുവിനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാരായ ഞങ്ങൾ പറയുന്നു, അവരുടെ കയറുകളെ പൊട്ടിച്ചു കളാം. പിന്നെ ക്രിസ്തീയ ഗ്രൂപ്പ് പറയുന്നു, നമുക്ക് അവരുടെ പേരിൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്കവിടെ വാഴാം, അവരുടെ കയറൊന്നും വേണ്ട. ക്രിസ്തു പറഞ്ഞേക്കണേ ഞങ്ങളോട് സ്വർഗരാജ്യം പ്രസംഗിക്കാൻ, ദൈവരാജ്യം പ്രസംഗിക്കാൻ. ഞങ്ങളിപ്പോ പ്രസംഗിക്കും. ക്രിസ്തു പറഞ്ഞേക്കണേ ഞങ്ങളോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ. പിന്നെ ഞങ്ങൾ ഇപ്പൊ പ്രാർത്ഥിക്കും. ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഞങ്ങളോട് അവരോട് പറയും, പ്രാർത്ഥിക്കരുത്. നമ്മൾ ആരുടെ ആളുകളാണ് നമുക്ക് അറിഞ്ഞുകൂടെ? അറിയാല്ലേ ആരുടെ ആളുകളാ? ക്രിസ്തു എന്റെ തലയായ, എന്റെ കർത്താവായ, ഞാൻ സ്നേഹിക്കുന്ന ക്രിസ്തു എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പൊ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോ കേട്ടോ, എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒഴിവാക്കരുത് അദ്ദേഹത്തെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നുണ്ടോ? യേശു എന്നാ വന്ന് പറഞ്ഞേ? സ്വർഗസ്ഥനായ പിതാവിന്റെ രാജ്യം വരുന്നു എന്ന് വന്ന് പറഞ്ഞപ്പോ നമ്മളും പറയണം, അങ്ങയുടെ രാജ്യം വരണമേ. എന്റെ മോനെ മോളെ, നീ ഇത് പറയുന്നില്ല എങ്കിൽ നീ ആരുടെ രാജ്യക്കാരനാ? 3 രാജ്യങ്ങളാവിടെ. ഒന്ന് മനുഷ്യരാജ്യം, ഒന്ന് പൈശാചിക രാജ്യം, മറ്റൊന്ന് ദൈവരാജ്യം. യേശുവിന്റെ സന്ദേശം ഈ ദൈവരാജ്യം വരുന്നു എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് ഈ മനുഷ്യരാജ്യവും പൈശാചിക രാജ്യവും ചേർന്ന് ഭരിക്കുന്ന ഈ സ്ഥലത്തേക്ക്. പക്ഷെ ഈ കുരുടനായ മനുഷ്യന് ഇവിടെ ഒരു പൈശാചിക രാജ്യം ഉണ്ടെന്ന് അറിയത്തു പോലുമില്ല. ഈ കുരുടനായ മനുഷ്യൻ തൊമ്മനോടും ചാണ്ടിയോടും മീനാക്ഷിയോടും മേരിയോടും അടിപിടിക്കാൻ നടക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനം ഇവര് പറഞ്ഞു കൊടുക്കുക, എടാ മോനെ, എടി മോളെ, നിനക്ക് ജഡരക്തമുള്ള മറ്റുള്ളവരോട് പോരാട്ടം ഇല്ല. അവരോടല്ല നിനക്ക് പോരാട്ടം. ജഡരക്തമില്ലാത്ത ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ പൈശാചിക കിങ്ഡത്തോടാണ് നിനക്ക് പോരാട്ടം ഉള്ളത്. എങ്കിലും ഇവൻ അതൊന്നും അറിയത്തില്ല. ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കും ജഡരക്തങ്ങളോട്. അപ്പൊ ശരിക്കും ഇവൻ മറഞ്ഞു. പൈശാചിക രാജ്യം മറഞ്ഞു. മനുഷ്യരാജ്യം പൈശാചിക രാജ്യത്തിന് ഒരു ഷീൽഡായിട്ട് നിൽക്കുക. ഷീൽഡ്. അപ്പോ സ്വർഗത്തിൽ പാടുന്ന പാട്ട് ഞാൻ പ്രസംഗിച്ചിട്ട് പോയാൽ പിന്നെ വേറെ ആരും പ്രസംഗിക്കാനില്ല. അത് നമുക്ക് ഒന്നുകൂടി വായിക്കാൻ സിസ്റ്ററെ. വെളിപ്പാട് 5:9-10. ഓക്കെ, നമ്മളുടെ ഭാവിയെ കുറിച്ച് നമ്മളൊന്ന് കേൾക്കണ്ടേ? നമ്മളുടെ ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ ആ പാട്ടാ പാടുന്നത്. പാട്ടുകാരുണ്ടെങ്കിൽ ഓൾറെഡി ഇത് പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ SVJ മെസ്സേജിൽ കിടക്കുന്നുണ്ട്. ഭൂമിയിൽ പാടാത്ത സ്വർഗത്തിൽ പാടുന്ന പാട്ടെന്നും പറഞ്ഞ് കേൾക്കുക. നല്ലതാണ്. പല അനുഗ്രഹീത യുവദാസന്മാരും വളരെ നല്ല അഭിപ്രായം അതിനെ കുറിച്ച് പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. കേൾക്കുക, നല്ലതാണ്. വായിച്ചേ 5:9-10. നമ്മുടെ ഭാവിയാണ്. വായിക്കും.
പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. മനസ്സിലായോ? നമ്മുടെ ഭാവിയാണിത്. നമ്മളാണ് ഈ ഭൂമി വാഴേണ്ടത്. പിടുത്തം കിട്ടിയാ ഹല്ലേലൂയ. ഇന്ന് അവനവനെ തന്നെ വാഴാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഭൂമി വാഴുക? ഇത് നമ്മളിലെ കാര്യങ്ങളൊക്കെ, നമ്മുടെ ചിന്തകളെയും ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി പൊങ്ങുന്ന എല്ലാ സങ്കല്പങ്ങളെയും ചിന്തകളെയും ഇടിച്ചു കളയണം. നമ്മുടെ അകത്തെ പിശാചിന്റെ ശക്തിയായ ജഡിക ചിന്തകൾ ഇടിച്ചു കളയണം. പുറത്തുനിന്ന് നമ്മുടെ അകത്തേക്ക് കയറി വരുന്ന പിശാചിന്റെ സിസ്റ്റമായ ലോക സംവിധാനത്തെ പുറത്താക്കണം. ഇതൊക്കെ നമ്മൾ രാജാക്കന്മാരുടെ ഇന്നത്തെ പരിപാടികളാണ്, ട്രെയിനിങ് ആണ് അതൊക്കെ. അതിലേക്കും ദൈവം അനുവദിക്കും നമ്മൾ വരും. അപ്പൊ ഇവിടെ നമ്മളെ കുറിച്ചുള്ള ഭാവിയെ കുറിച്ച് പറയുകയാണ്. യേശു ക്രിസ്തു എന്താ ചെയ്തത്? നമ്മളെ എന്താക്കാൻ പോകുന്നു? യേശു ക്രിസ്തു എന്താ ചെയ്തത്? തന്റെ അപ്പനായി, സ്വർഗസ്ഥ പിതാവിനായി നമ്മളെ വിലയ്ക്ക് വാങ്ങി. എന്തുകൊടുത്ത്? ദിർഹമല്ല, ഡോളറല്ല, യൂറോയല്ല, റുപ്പിയല്ല, സ്വർണമല്ല, തന്റെ രക്തം കൊടുത്ത്, തന്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് നമ്മളെ ആരാക്കി? ഞങ്ങളുടെ ദൈവത്തിന്, മൂപ്പന്മാര് പാടുന്ന പാട്ടാ സ്വർഗത്തിലെ, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. നമ്മൾ രാജാക്കന്മാരുമാണ്, രാജ്യവുമാണ്. ദൈവരാജ്യം നമ്മളിലാണ്. ഒരു മനുഷ്യന്റെ മകൻ മനുഷ്യരാജ്യക്കാരനാണ്, ദൈവത്തിന്റെ മകൻ ദൈവരാജ്യക്കാരനാണ്. അപ്പോ ആക്കി വെച്ചു. എന്നിട്ട് അവർ ഭൂമിയിൽ പാടുന്നു എന്നല്ല, അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് സ്വർഗത്തിൽ പാടുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇതാണ് നമ്മുടെ ഭാവി. സുവിശേഷം വിശ്വസിച്ചാൽ ഇതാണ് നമ്മുടെ ഭാവി. നമ്മൾ ദൈവത്തിന്റെ മക്കളായ, ദൈവത്തിന്റെ അവകാശികളായ, അതായത് ഇന്ന് മനുഷ്യന്റെ മക്കളായി ഭൂമിയിൽ ജനിച്ച, സ്ത്രീയിൽ നിന്ന് ജനിച്ച നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ മക്കളായ, അതായത് നമ്മളും ആത്മാവാകും, ദൈവം ആത്മാവാകുന്നു, നമ്മളും ആത്മാവാകും. ദൈവത്തിന്റെ മക്കളായ, ദൈവത്തിന്റെ അവകാശികളായ, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായ, നന്നായിട്ടൊന്ന് കേട്ടോ, ചർച്ചകളൊന്നും കേൾക്കൂല, ഇത് ബൈബിളിൽ മാത്രമേ കേൾക്കൂ, ക്രിസ്തുവിന്റെ വായിലൂടെയും കേൾക്കാം. ക്രിസ്തുവിന്റെ സഹോദരങ്ങളായ, ക്രിസ്തുവിന്റെ അവകാശികളല്ല, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായ, ക്രിസ്തുവോട് ചേർന്ന് ഭൂമി വാഴുന്ന രാജാക്കന്മാരായ, ഇതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതിനുവേണ്ടി സ്വർഗസ്ഥ പിതാവ് യേശു ക്രിസ്തുവിലൂടെ തനിക്ക് വേണ്ടി ഇവരെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് യേശു അവസാനം നമ്മളെ കൊണ്ട് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിതാവിനെ ഏൽപ്പിച്ച് കീഴടങ്ങിയിരിക്കുന്നു കേട്ടിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ വ്യക്തമായിട്ട് കേൾക്കുക, വേറെ കേൾക്കാൻ വഴികളില്ല. അങ്ങനെ ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ച്, അപ്പൊ സത്യം അറിയിക്കുക. കാരണം കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഈ ശ്വാസം സത്യം അറിയിക്കാൻ. അത് കഴിഞ്ഞാൽ ഇത് അനങ്ങാതെ ചോപ്പടി കിടക്കും കുറച്ചു നേരം. അത് കഴിഞ്ഞാൽ പിന്നെ പുഴുവിന് പലഹാരമായി തീരും കേട്ടോ. അപ്പോ എന്റെ പ്രിയ സഹോദരൻ, ഉള്ള സമയം സത്യത്തിന് സാക്ഷി നിൽക്കുക. അപ്പൊ ഇത്രയും നിങ്ങൾ കേട്ടല്ലോ. ഇനി അടുത്തത് നാം മനസ്സിലാക്കാൻ പോകുന്നത്, ഇതെല്ലാം അദൃശ്യ രാജ്യങ്ങളാണെന്നും ഈ അദൃശ്യ രാജ്യം പിതാവിന്റെ കയ്യിലേക്ക്, ക്രിസ്തുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടണമെന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇതാണ് അവസാനം നടക്കാൻ പോകുന്നത്, ഏൽപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 11:15 ഏഴാമത്തെ ദൂതൻ കാഹളം കൂടുമ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത് എഴുതിയിട്ടുള്ളത്. ഈ ലോകത്തിന്റെ ഭരണം പിശാചിന്റെ കയ്യിൽ നിന്ന് സ്വർഗസ്ഥ പിതാവിന്റെയും തന്റെ അഭിഷിക്തനായ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. വായിച്ച 11:15. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ പറയുന്ന കാര്യമാണ്. ഇതൊന്നും ഭൂമിയിൽ പറയുന്നില്ല. അപ്പൊ ഈ സ്വർഗത്തിൽ പറയുന്ന ഭൂമി പറയണ്ട നമുക്ക്. സ്വർഗത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ലോകരാജ്യത്വം, ഇന്ന് സർവ്വ ലോകവും വാഴുന്ന പിശാച, ലോകരാജ്യത്വം സ്വർഗസ്ഥ പിതാവിന്റെയും അവന്റെ ക്രിസ്തുവിന്റെയും, ഇവരെ പറയുമ്പോൾ രണ്ടും കൂടി ചേർത്താ പറയുന്നത്. കാരണം
നമ്മൾ സങ്കീർത്തനത്തിൽ കേട്ടു ഇവരെ രണ്ടുപേരും ഒരുമിച്ചോ പറയുന്നത്. യഹോവയ്ക്ക് യഹോവയുടെ അഭിഷിക്തൻ. ഇവിടെയും പറയുന്നു, ഇവിടെ കർത്താവും തന്റെ ക്രിസ്തു എന്ന് പറയുന്നത്. അതായത് കർത്താവ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, അവിടെ കർത്താവ് എന്ന് പറഞ്ഞാൽ അതൊരു ടൈറ്റിലാണ്, സ്ഥാനപ്പേരാ കേട്ടോ. ഒക്കെ ഒരു വ്യക്തിയുടെ പേരല്ല, സ്ഥാനപ്പേരാ. അതായത് സ്വർഗസ്ഥ പിതാവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അതായത് ഉടമസ്ഥനും തന്റെ അവകാശിക്കും ആയിത്തീർന്നിരിക്കുന്നു. അപ്പോ അതിപ്പോ അങ്ങനെയല്ല, അതിലേക്ക് ആയിത്തീരണം. അങ്ങനെ ഭരണ കൈമാറ്റം നടക്കണം. അതോടെ ഈ പറയുന്നത് സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ എന്ന് പറയുന്നത്. ഭരണ കൈമാറ്റം നടക്കണം. അപ്പോൾ ഇങ്ങനത്തെ പൊളിറ്റീഷ്യന്മാരായിട്ട് നമുക്ക് തീരാം. ആരെ പോലെ? യേശുവിനെ പോലെ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ പറയുന്ന പൊളിറ്റീഷ്യൻസ്. ഇതാണ് മനുഷ്യർക്ക് മനസ്സിലാകാത്തത്. തന്റെ 12ാമത്തെ വയസ്സിൽ താനിത് പറഞ്ഞു, പക്ഷെ കേട്ടിരുന്നവർക്ക് മനസ്സിലായില്ല. ദേവാലയത്തിൽ വെച്ച് ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും ഒക്കെ ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവർക്കിത് പിടുത്തം കിട്ടിയില്ല. യേശുവിനെ വളർത്തപ്പനും അമ്മയും കൂടി വന്നു. അവര് പറഞ്ഞു, മോനെ നീ ഞങ്ങളോട് എന്താ ഇതൊക്കെ ചെയ്തത്? ലൂക്കോസ് 2:49-50 നമുക്ക് കാണാം. എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ ബിസിനസ്സിലായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞാൻ KJV പറഞ്ഞോ. വിച്ച് നോട്ട് ദാറ്റ് ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ് എന്ന കാര്യം പറഞ്ഞപ്പോ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ എന്താ പറഞ്ഞെന്ന് ജോസഫിനും മറിയയ്ക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. ഇന്ന് നിങ്ങൾ പലരെ പോലെ തന്നെ അവർക്കും പിടുത്തം കിട്ടിയില്ല, ഇന്ന് സഭയ്ക്കും പിടുത്തം കിട്ടിയില്ല. മുഴുവൻ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യാനാ വന്നേക്കണേ. എന്താണ് പിതാവ് ചെയ്യാൻ പോണേ? അവസാനം ദൈവരാജ്യം ബലശാലിയായി നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഈ സുവാർത്ത ദൂതിയെ നീ പോയി എല്ലായിടത്തും അറിയിക്കാൻ പറഞ്ഞ പഴയ ഉടമ്പടിയിൽ ഭാഗത്ത് യേശു കർത്താവ് പുതിയ ഉടമ്പടിയിൽ വന്ന് ഇതെല്ലാവരും അറിയിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഇനി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഇത് തന്നെയല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അതിന്റെ അർത്ഥം വേറെ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നതിന് പ്രയോറിറ്റി ആണെങ്കിൽ അതല്ലേ കൊടുക്കുള്ളായിരുന്നു. ഏറ്റവും മുൻഗണന കർത്താവ് കൊടുത്ത് ഇതാണ്, ഇത് മാത്രമേ ഉള്ളൂ. ഇത് നിവർത്തീകരിക്കാനാണ് ബാക്കി താഴേക്കുള്ളത്. ഞങ്ങൾക്ക് വേണ്ട അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കാനുമേ, പിന്നെ ഞങ്ങൾ ഈ പ്രലോഭനങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ. പിന്നെ ഞങ്ങൾ ഇതെല്ലാം പ്രാർത്ഥിച്ചതിന്റെ കാരണം അങ്ങയുടേതാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നാണ് യേശു നമ്മളെ പഠിപ്പിച്ചത് കേട്ടോ. അപ്പോ ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമ്മൾ സൈഡ് മാറി കിടക്കുകയാണോ എന്ന് അവനെ തന്നെ ചെക്ക് ചെയ്യുക. ഒന്നെങ്കിൽ പൈശാചിക രാജ്യത്തിലായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യരാജ്യത്തിലായിരിക്കും. ഓക്കെ, ഏതിലായാലും ഓപ്പോസിറ്റ് പോയി. കാരണം ദൈവം മനുഷ്യരാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ പുറമെ പഠിക്കും. പക്ഷെ പിശാചി മനുഷ്യരാജ്യത്തെ സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്, ദൈവം മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, ദൈവം മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിശാചി മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയ സഹോദരങ്ങളെ, ഇനി ഈ രാജ്യങ്ങളെല്ലാം അസത്യമാണ് എന്നും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ചിന്തയോടെ അവസാനിക്കുക. ഈ ചിന്ത ഇവരെല്ലാം അദൃശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കിയത് 3 രാജ്യങ്ങളുണ്ട് എന്ന് വിശുദ്ധ ബൈബിളിലെ വചനത്തിലൂടെ നാം തെളിയിച്ചു. മനുഷ്യരാജ്യം, പൈശാചിക രാജ്യം, ദൈവരാജ്യം. ഇതിന്റെ ആഗ്രഹം എന്താണെന്ന് കൂടി പഠിച്ചു. നമ്മളെ കുറിച്ചുള്ള ഭാവി സ്വർഗത്തിൽ പാടുന്ന പാട്ടിലുണ്ട് എന്നും അത് ഭൂമിയിൽ നമ്മൾ പാടണമെന്നും നാം കേട്ടു, പഠിച്ചു. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യരാജ്യത്തെയും പൈശാചിക രാജ്യത്തെയും എന്നെ നോക്കി മൊത്തത്തിൽ തന്നെ കളയും. എന്നിട്ട് ദൈവരാജ്യം ഇവിടെ സ്ഥാപിതം. കേട്ടോ, ഇതാണ് ഭാവി. അതാണ് ദൈവത്തിന് വചനം പറഞ്ഞത്. അന്നാളിൽ യഹോവ സാർവഭൂമിക്കും രാജാവായി. 14:9 സാർവഭൂമിക്കും രാജാവായി. അപ്പോ അതിലേക്ക് വരാൻ പോവാ. അപ്പോ ദൈവത്തിന് വചനം പറയുന്നു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. വെളിപ്പാട് 21 കാണാം. ഇതൊക്കെ നമ്മൾ ധാരാളത്തൊക്കെ കേട്ടിട്ടുള്ളതാണ് അല്ലെ? ഇല്ലേ? ഈ സന്ദേശത്തിലൂടെ, ചർച്ചിലല്ല, ഇവിടെ ഇതിലൂടെ കേട്ടിട്ടുള്ളത്. ചർച്ചിൽ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്കായി ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. ചർച്ചിൽ ഞാനൊക്കെ കേട്ടിരിക്കുന്നത് അന്നവാസ് റാദിസാവ നന്മകൾ എന്നുള്ള പാട്ടുകളൊക്കെയാണ്. മനസ്സിലായോ? പത്രോസ് വരെ യേശു ശാസിച്ചപ്പോ പറഞ്ഞു, നീ ദൈവത്തിനുള്ളതല്ല കരുതുന്നത്, അതായത് ദൈവരാജ്യത്തിനുള്ളതല്ല കരുതുന്നത്, നീ മനുഷ്യരാജ്യത്തിനുള്ളതാ കരുതുന്നത് പത്രോസേ. യേശു നല്ല അടി വെച്ചു കൊടുത്തു. പത്രോസ് പാസ്റ്റർ കേട്ട്, സെൻട്രൽ പാസ്റ്റർ അല്ല അടി വെച്ചു കൊടുത്തു. മനുഷ്യരാജ്യത്തിനുള്ളതാ കരുതുന്നത്, അതിന് നിന്നെ കാരണമാക്കിയത് ഈ പിശാച് സാത്താനെ നീ എനിക്ക് ഇടർച്ചയാവുന്നു. അപ്പൊ സാത്താന്റെ രാജ്യവും പത്രോസ് പാസ്റ്ററും കൂടി ഒന്നായി. ദൈവരാജ്യക്കാരനായ ക്രിസ്തു ശാസിക്കുകയാണ്. ഇന്നും പലർക്കും ഇതുപോലത്തെ ശാസന കിട്ടാൻ യേശുവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? അല്ല, പത്രോസ് തെറ്റുകാരനായിട്ടല്ല. ശ്രദ്ധിക്കുക, പത്രോസ് പണം വാരാൻ ശ്രദ്ധിച്ചതുകൊണ്ടല്ല, പത്രോസിന് അറിവില്ലാത്തതുകൊണ്ടായി. പത്രോസ് സത്യം കേട്ടപ്പോ സ്വതന്ത്രമായി. നമ്മൾ സ്വതന്ത്രമാകുന്നുണ്ടോ? അതാണ് ചോദ്യം. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്വതന്ത്രമായില്ല എങ്കിൽ നമ്മൾ ബന്ധനത്തിന് എടുക്കുക. അവസാനം മത്തായി 7:21-27 ന്യായവിധിയിൽ പൊട്ടുപോയ എല്ലാ പാസ്റ്റർമാരെയും അച്ഛന്മാരെയും മെത്രന്മാരൊക്കെ അവിടെ ഉണ്ടാവും. എല്ലാവരുടെയും കൂടെ ആയിരിക്കും. ഗരോടടിക്കും കർത്താവ്. സുവിശേഷ വേലയുടെ റിപ്പോർട്ടൊന്നും ഒരു കാര്യവുമില്ല. ഓടുന്നെങ്കിൽ ജയം പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. ചുമ്മാ ഓടിയിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി നാം മനസ്സിലാക്കുന്നത് ഈ 3 രാജ്യവും അദൃശ്യമാണ്. മനുഷ്യരാജ്യത്തിൽ ഒരു ചെറിയ ഭാഗം, ഒരു ഭാഗം മാത്രമാണ് ദൃശ്യം, ബാക്കിയൊക്കെ. കാരണം യഥാർത്ഥ മനുഷ്യൻ അദൃശ്യനാണ്. അപ്പൊ നമുക്ക് ആദ്യം മനുഷ്യരാജ്യത്തില് നമ്മൾ രാഷ്ട്രങ്ങൾ കണ്ടു. രാഷ്ട്രങ്ങൾ ദൃശ്യമാണെന്ന് കണ്ടു. അതിന് വെളിപ്പെടുന്ന ഭാഗം മാത്രമേ ദൃശ്യമുള്ളൂ. ഇനി മനുഷ്യരാജ്യത്ത് മനുഷ്യൻ അദൃശ്യനാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു വചനം വായിക്കാം. 2 Corinthians chapter 5 verse 10. മിസ്റ്റർ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ. സെക്കൻഡ് കൊരിന്ത്യരല്ലേ പാസ്റ്റർ? 2 Corinthians chapter 5 verse 10. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. Oh Lord, I love you. ഞാൻ വായിക്കാം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാവുന്നു. ക്ലിയർ അല്ലേ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ. അപ്പൊ അവനവൻ എവിടെ ഇരിക്കുമായിരുന്നു? ശരീരത്തിലിരിക്കുമായിരുന്നു. കേട്ടോ, ശരീരത്തിലിരിക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ എവിടെ ഇരിക്കുക? നമ്മുടെ ചിന്തയിൽ കസേരയിൽ ഇരിക്കുക അല്ലെ? കസേരയിലിരിക്കുന്നത് നമ്മുടെ ശരീരമല്ലേ? സത്യമല്ലേ? കസേരയിലിരിക്കുന്നത് നമ്മുടെ ശരീരമല്ലേ? പക്ഷെ നമ്മളിരിക്കുന്നത് അവിടെയല്ല, നമ്മളിരിക്കുന്നത് ശരീരത്തിലാണ്. പിടുത്തം കിട്ടിയോ? നമ്മൾ തോന്നിയ കാണാൻ പറ്റാത്തതാണ്, സോളാണ്. ഒരു സ്പിരിറ്റ് രൂപമാണ്, പ്രീ സ്പിരിറ്റ് എന്ന് പറയാം. ഈ ഞങ്ങളുടെ കാലത്ത് ഇന്നത്തെ +2 ഇല്ലായിരുന്നു, അതിന് പകരം 3 ഡിഗ്രി ആയിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചോണ്ടിരുന്നത്. 3 ഡിഗ്രി, അതായത് ഡിഗ്രി ബിഫോർ ഡിഗ്രി. അതേപോലെ സോൾ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ താഴ്ചയാണ്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, ചെറിയൊരു താഴ്ച. സ്പിരിറ്റ് തന്നെയാണ്. അപ്പോ അതിനാണ് സോൾ എന്ന് പേരിട്ടിരിക്കുന്നത്, ദേഹി എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോ ആ ദേഹി ശരീരത്തിലിരിക്കുമ്പോൾ ആ ദേഹിയാണ് നമ്മൾ. ദേഹിയെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ മനുഷ്യരാജ്യം. മനുഷ്യർ ദേഹിയാണ്, മനുഷ്യൻ അദൃശ്യനാണെന്ന് പറയാൻ കാരണം മനുഷ്യരാജ്യവും അദൃശ്യമാണ്. ചിന്തകളിലാണ് മൊത്തം കിടക്കുന്നത്. പക്ഷെ ശരീരത്തെ കാണാം. ഈ ശരീരങ്ങളാണ് ഇന്ന് രാഷ്ട്രങ്ങളൊക്കെ ആയിട്ട് മാറ്റുന്നത്. അത് വെളിപ്പെടലാണ്. ഇപ്പൊ എന്നോട് ഒപ്പത്തിനൊപ്പം ഉണ്ടോ? അവനവൻ, ഷാജിയും തുഷാരയും ഈ കാണുന്ന ആരും, തൊമ്മച്ചനും മേരിക്കുട്ടിയും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്. ഇപ്പൊ ശരീരത്തിൽ ഇരുത്തിക്കണതിന് വേണ്ടിയാ, ചെയ്യാൻ വേണ്ടിയാ കേട്ടോ.
ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ഇത് എഴുതിയ പൗലോസ് അടക്കം പല ടീച്ചിങ്ങും ഉണ്ട്. ഇതാ ക്രിസ്തേശുള്ളവർക്ക് യാതൊരു ന്യായവിധി ഇല്ല എന്ന് റോമ 8:1 പറഞ്ഞത് വെച്ചിട്ട് ഇനിയിപ്പോ നമുക്ക് നരവൊന്നുമില്ല അങ്ങ് കയറിപ്പോകും, അങ്ങനെയൊന്നുമില്ല. ഇത് കണ്ടോ, അതേ പൗലോസ് എഴുതിച്ചങ്ങനെ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും എഴുതിയ പൗലോസ് ഒഴിച്ച് നിങ്ങൾ എല്ലാവരും എന്നല്ല, പൗലോസ് അടക്കം നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാവുന്നു. ഈ ക്രിസ്തുവിന്റെ ന്യായാസനമാണ് മത്തായി 7:22-22 രക്ഷിക്കപ്പെട്ടവരെ കഴിച്ച് പുറത്താക്കുന്നത്. ഗരാവട്ടെ, ഞാൻ ഒരു നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞോണ്ട്. അപ്പോ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടണം. അപ്പോ ഒരു കാര്യം പ്രിയ സഹോദരൻ മനസ്സിലാക്കി, അവനവൻ ശരീരത്തിലിരിക്കുമ്പോ, ഇപ്പൊ ശരീരമല്ല നമ്മളൊന്ന് മനസ്സിലായല്ലോ, നമ്മളെ ഇരുത്തിയിരിക്കുന്ന ഒരു താൽക്കാലിക ക്യാബിനാണ് ശരീരം, മൺ ക്യാബിൻ. മനസ്സിലായോ? മൺ ക്യാബിൻ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. മൺ ക്യാബിനാണ്, ഈ മണ്ണിന്റെ ശരീരമാണ് നമ്മൾ. തെറ്റിദ്ധാരണയാണ്. സത്യം അറിവ് സ്വതന്ത്രമാണ്. നമ്മൾ അദൃശ്യരാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ അദൃശ്യനാണ്. പക്ഷെ അവനൊരു ഭൗതിക ശരീരം ദൈവം കൊടുത്തിട്ടുണ്ട്. Man is an invisible being with a visible body. മനസ്സിലായോ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേഹിയാണ്, അദൃശ്യനാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 2:7 പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ ദേഹിയാണ്. ദേഹി, ജീവൻ കിട്ടിയത് ആത്മാവിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ ജീവനുള്ള സൊയയുള്ള സൂക്കയായി തീർന്നു. അതൊക്കെ ദൈവം അനുവദിക്കുന്നതിന് മറ്റെപ്പോഴെങ്കിലും പഠിക്കാം. അപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വ്യക്തതയോടെ മനസ്സിലാക്കുക, ഇതല്ല ഷാജി. ഇത് ഷാജിക്ക് ദൈവം ഗിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മൺബോഡിയാണ്, ഒരു ക്യാബിനറ്റ് ആണ്. നമ്മുടെയൊക്കെ നിങ്ങൾ ഈ പണ്ടത്തെ CPU ഒക്കെ കണ്ടിട്ടുണ്ടോ? കമ്പ്യൂട്ടർ CPU ഒരു പെട്ടിക്കുള്ളിൽ ഇല്ലേ? അതേപോലത്തെ ഒരു പെട്ടിയാണിത്. മനസ്സിലായോ? ഇതല്ല ഇതൊരു പെട്ടിയാണ്. അതിൻ്റെ ഉള്ളിലാണ് CPU-യുടെ യഥാർത്ഥ പ്രോസസ്സറൊക്കെ ഇരിക്കുന്നത്. ഇതുപോലെ സോളിലാണ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത്. അത് വെളിപ്പെടാനുള്ള ഒരു ഗാഡ്ജറ്റ് ആണ്, ഒരു ഉപകരണമാണ്. ഓക്കെ, ഒരു ഉപകരണം. അപ്പൊ ഈ ഉപകരണം നമ്മൾ സൂക്ഷിക്കണം. ഈ സൂക്ഷിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇതിപ്പോ സൂക്ഷിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങളോട് നല്ല രീതിയിൽ പറഞ്ഞു തരാൻ പറ്റുന്നേ, അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പോ ശ്രദ്ധിക്കുക, നമ്മൾ എന്തല്ല, നമ്മൾ അദൃശ്യരാണ്. മനുഷ്യരാജ്യം അദൃശ്യരാജ്യമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ശരീരത്തിലൂടെ ഇത് വരുമ്പോഴാണ് ഇത് ദൃശ്യമാകുന്നത്. ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു വചനം കൂടി നമുക്ക് വായിച്ചിട്ട് അടുത്തതിലേക്ക് കിടക്കാം. 2 കൊരിന്ത്യർ അതിന്റെ 10:3. ഗ്ലോറി 10:3. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞങ്ങൾ ശരീരത്തിൽ താമസിക്കുന്നവരാണ്, എങ്കിലും ശരീരപ്രകാരം പോരാടുന്നില്ല. വായിച്ചോളൂ. 2 കൊരിന്ത്യർ 10:3. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. നമ്മുടെ പോയിന്റ് മാത്രം നിൽക്കാം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും. മക്കളെ ചോദിച്ചോട്ടെ, നിങ്ങൾ എങ്ങനെയൊക്കെ സഞ്ചരിക്കണേ? മോട്ടോർ സൈക്കിളിലാണോ, അതോ കാറിലോ, അതോ ട്രെയിനിലോ, അതോ ബസ്സിലോ, അതോ വിമാനത്തിലോ? അപ്പൊ ഇവിടെ ജഡം എന്ന് പറയുന്ന ഈ ശരീരത്തെ ഒരു വാഹനമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു വാഹനം. നേരത്തെ നമ്മളൊരു ക്യാബിനറ്റ് ആയിട്ട് കണ്ടു. നിങ്ങൾക്കറിയാമോ, ഈ വലിയ കമ്പ്യൂട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ CPU ഒക്കെ ആണെങ്കിൽ അതിന് താഴെ ടയർ എടുത്ത് വയ്ക്കും. ടയർ ഉന്തിക്കൊണ്ടുപോയ വാഹനം പോലെ. ഇതേപോലെ നമുക്ക് 2 ടയറുണ്ട്. ആ ടയറാണ് നമ്മുടെ കാലുകൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പറയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും. അപ്പോ ഈ ജഡം ഞങ്ങളല്ല. നിങ്ങളുടെ കാറ് നിങ്ങളാണോ? നിങ്ങൾ കാറിൽ സഞ്ചരിക്കുന്നവരെങ്കിലും എന്ന് പറയുമ്പോ നിങ്ങളുടെ സ്കൂട്ടർ നിങ്ങളാണോ? അല്ല.
പക്ഷെ അത് ഉപയോഗിച്ചാണ് സഞ്ചരിക്കുന്നത്. ഇതുപോലെ ജഡം ഞങ്ങളല്ല, പക്ഷെ ജഡത്തിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. പിടുത്തം കിട്ടിയോ? അപ്പൊ ഞങ്ങൾ ആരാ? ഞങ്ങൾ ദേഹിയാണ്, ദേഹികളാണ്. അതിനെ കാണാൻ പറ്റത്തില്ല. അദൃശ്യമായ രാജ്യം. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം സ്വതന്ത്രമാകും. സത്യം അറിയണം. അദൃശ്യമായ രാജ്യം. മിനി പെട്ടെന്ന് മറ്റു രണ്ടും കൂടി ഒന്ന് ക്ലോസ് ചെയ്യാം. ശ്രദ്ധിച്ചേ, ഇനി പിശാചി രാജ്യത്തിലേക്ക്. അപ്പൊ മനുഷ്യരാജ്യം അദൃശ്യമാണെന്ന് മനസ്സിലായല്ലോ. പക്ഷെ അവരുടെ ദൃശ്യമായ ശരീരമണ്ഡലമുണ്ട്. അതിനെയാണ് നേഷൻസ് എന്നൊക്കെ വിളിക്കണം നമ്മൾ. രാഷ്ട്രങ്ങൾ, അവരെല്ലാം കൂടി ചേർന്നതാണ് നേഷൻസ്. ഇനി മനസ്സിലാക്കുമ്പോൾ പൈശാചിക രാജ്യം അദൃശ്യം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന് പറയുന്നത്. ഇവിടെ ജഡപ്രകാരം പോരാടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എഫേസ്യ ലേഖനം 6:12 കടന്നു വരുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല. വായിച്ച 6:12 എഫേസ്യ ലേഖനം 6:12 വരുമ്പോ നമ്മൾ മനസ്സിലാക്കുന്ന മനുഷ്യരാജ്യം അദൃശ്യമാണെന്ന് കണ്ടു. ഇങ്ങനെ പൈശാചിക രാജ്യം അദൃശ്യമാണ് എന്ന് തെളിയിക്കുന്ന വചനമാണ് ഇപ്പൊ വായിക്കുന്നത്. വായിച്ചു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. മനസ്സിലായോ? ഭൂമിയിലെ സേനകളോടല്ല, ഭൂമിയിലെ ഏതെങ്കിലും സഖ്യത്തോടല്ല, നാറ്റോയോടല്ല, ബ്രിക്സ് സഖ്യങ്ങളോടല്ല, അതിനോടൊന്നും നമുക്ക് പോരാട്ടമില്ല. ജഡരക്തമുള്ള ഒന്നിനോടും പോരാട്ടമില്ല. ജഡരക്തമുള്ളതൊക്കെ മനുഷ്യരാണ്. അത് ഭൗതിക തലമാണ്. അത് പോരാട്ടമേ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? പോരാട്ടമില്ല. അവിടെ പോരാടാൻ പോകരുത്. അവിടെ പോരാടാൻ പോയാൽ അതൊരു ഷീൽഡായിട്ട് മാറും. പിശാചിന് ഒരു ഷീൽഡായിട്ട് മാറും. നമ്മൾ ആകരുത്. പകരം സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടാണ്, അദൃശ്യമായ സേനയോടാണ്. അതാണ് പൈശാചിക മണ്ഡലം. ഞങ്ങൾക്ക് മനുഷ്യരോട് പോരാട്ടമില്ല, പിശാചിനോടും അവന്റെ ഗ്രൂപ്പിനോടുമാണ് പോരാട്ടം എന്നാണ് പറയുന്നത്. അവർ അദൃശ്യരാണ്, സ്പിരിറ്റ് ബീയിങ്സ് ആണ്. അവരെയാണ് ഡിമൺസ് എന്നും ഈവിൾ സ്പിരിറ്റ് എന്നും പിശാചൊന്നും ഒക്കെ ബൈബിളിൽ പല പല പേരുകളിൽ വിളിക്കുന്നത്. അവരോടാണ് പോരാട്ടം. അവരുടെ സേനാ സെറ്റപ്പ് ഉണ്ട്. അവരോടാണ് നമ്മളുടെ പോരാട്ടം. മനസ്സിലായോ? അപ്പൊ പോരാട്ടം മാറിപ്പോകരുത്. മനുഷ്യനോട് പോരാടിയാൽ പിശാച് നമ്മളിലൂടെ മറയും. അതിൽ പിശാച് മറയരുത്. മനുഷ്യനെ വിട്ടിട്ട് അവനിലേക്ക് തിരിയണം. എങ്ങനെ? ആരെ പോലെ? യേശുവിനെ പോലെ. പത്രോസ് യേശുവിനെതിരെ നിരങ്ങനെ സംഭവിക്കുക സാരം എന്ന് പറഞ്ഞപ്പോ പത്രോസിനെ ശാസിച്ചു. പക്ഷെ യേശു ആരിലേക്ക് തിരിഞ്ഞു? പിശാചിലേക്ക് തിരിഞ്ഞു. സാത്താനെ വിട്ടുപോ. അത് പത്രോസിനോടല്ല പറഞ്ഞേ. പത്രോസിനോടായിരുന്നെന്ന് പത്രോസിന് തോന്നിയാൽ നമ്മളെ പോലെ ആ സഭയിൽ നിന്ന് അന്ന് പോയാൽ പിന്നെ ആ സഭയ്ക്ക് കയറത്തില്ല. പത്രോസിനറിയാം എന്നോടല്ല ഗുരു പറഞ്ഞത്, എന്റെ പുറകെ പൊളിച്ച സാത്താനാണ്. അപ്പൊ യേശുവിന്റെ ചിന്ത പത്രോസിന്റെ പുറകെ പോയില്ല, സാത്താന്റെ പുറകെയാണ് പോയത്. അപ്പൊ ഇവിടെ സാത്താൻ രാജ്യം അദൃശ്യമാണെന്ന് നമ്മൾ കേട്ടല്ലോ. ഇനി ഒന്നും കൂടെ, ദൈവരാജ്യം അദൃശ്യമാണ്. അതായത് ദൈവം അദൃശ്യമാണ്, അതുകൊണ്ട് ദൈവരാജ്യവും അദൃശ്യമാണ്. ഓ, ദൈവത്തിന്റെ വചനം യോഹന്നാൻ 4:24 സംസാരിക്കുന്നു. ആരാധനയെ കുറിച്ച് നമ്മൾ തുടക്കത്തിലെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആരാധനയെ കുറിച്ച് പറഞ്ഞപ്പോ യേശുക്രിസ്തു പറയാണ് ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോ കാണാൻ പറ്റത്തില്ല. അതാണല്ലോ നമ്മുടെ വിഷയം. കാണാൻ പറ്റത്തില്ല. ജഡരക്തത്തെ കാണാൻ പറ്റത്തുള്ളൂ, മനുഷ്യനെ കാണാൻ പറ്റത്തുള്ളൂ. ദൈവം ആത്മാവാണ്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇനി 1 തിമോത്തി 1:17 കൂടി വായിച്ചും കൂടെ അവസാനിപ്പിക്കാം. 1 തിമോത്തി 1:17 അവിടെ പറയാണ് ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ദൈവം ഏകനാണ്, ആത്മാവാണ്, മരണമില്ലാത്തതാണ്, ദൈവം അദൃശ്യനാണ്. 1 തിമോത്തി 1:17. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. മനസ്സിലായോ? നിത്യരാജാവായി, അതാണ് യഹോവ സർവഭൂമിക്ക് രാജാവായിരിക്കും എന്ന് പറയുന്നത്. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനും. മനസ്സിലായോ? കാണാൻ പറ്റുമോ? അക്ഷയനും അദൃശ്യനുമായ എത്ര ദൈവം?
ബൈബിള് പറയുന്നത് ഏകദൈവം. മനസ്സിലായോ? ഹല്ലേലൂയ. എപ്പോഴും ശ്രദ്ധിച്ചോളാം, ഏകദൈവം. വേറെ ഒന്നുമില്ല, ഏകദൈവത്തിന്. ഇതൊക്കെ സത്യത്തോട് പറയുന്നതുകൊണ്ടാണ് എതിരിടുന്നത്. ഏകദൈവം. പിശാചുക്കളും ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു. കൂടെ വിശ്വസിക്കുന്നു. യേശു വിശ്വസിക്കുന്നു. ഏക സത്യദൈവമായ അങ്ങയെയും എന്നെയും വിശ്വസിക്കുന്നതാണ്. അല്ല, എന്നെയല്ല, യേശുവിനെയും വിശ്വസിക്കുന്നതാണ്. അപ്പോ സ്വർഗസ്ഥ പിതാവും യേശുവും പിശാചും ബൈബിളിലെ ദേവദാസന്മാരൊക്കെ വിശ്വസിക്കുന്ന നമുക്ക് വിശ്വസിച്ചാൽ പോരെ. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വന്തമാക്കും. ഇല്ലാത്തത് ഉണ്ടാക്കി അവസാനം ജയിലിൽ പോകുന്നു. ഇതിന് വചനം പറയുന്നു, എന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, നിന്നെ കള്ളനായി പിടിക്കും. പരിപാടി പൊന്നു സഹോദരങ്ങളെ, ഇതിനോടൊന്നും കൂട്ടാനും പോകരുത്, കുറയ്ക്കാനും പോകരുത്. ജീവവർഷത്തിലുള്ള നമ്മുടെ പങ്കെടുത്ത് കളയാനും ഇടയാകരുത്. സത്യത്തിന് സാക്ഷി നൽകുക, സത്യത്തിന് സാക്ഷി നൽകുക. ആരെ പോലെ? യേശുവിനെ പോലെ, പൗലോസിനെ പോലെ സത്യത്തിന് സാക്ഷി നൽകുക. ഇത് തുടരുന്നതായിരിക്കും ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണിലടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മൾ ഇന്ന് കേട്ട വിഷയങ്ങൾ നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ടത് ദൈവരാജ്യവും പൈശാചിക രാജ്യവും മനുഷ്യനും ഘടനയും പ്രവർത്തനം എന്ന ടൈറ്റിലിന്റെ കീഴ് 3 രാജ്യങ്ങളുണ്ട് എന്നും, മനുഷ്യരാജ്യമുണ്ട്, പൈശാചിക രാജ്യമുണ്ട്, ദൈവരാജ്യമുണ്ട്. വചനത്തിലൂടെ ഓരോ കാര്യങ്ങളും തെളിയിക്കപ്പെട്ടു. പിന്നെ നമ്മൾ മനസ്സിലാക്കി, ഈ 3 രാജ്യത്തുള്ളവരും അദൃശ്യരാണ്. മനുഷ്യരാജ്യത്തിലുള്ളവർക്ക് മാത്രമാണ് അവരുടെ ബോഡിയിലൂടെ ഭൂമിയിലേക്കുള്ള വെളിപ്പെടലുള്ളൂ. മറ്റതെല്ലാം അദൃശ്യരാണ്. മനുഷ്യരാജ്യവും അവരുടെ ഉൾത്തളങ്ങൾ 3ൽ 2 ഭാഗവും അദൃശ്യമാണ്. ശരീരം മാത്രമാണ് ദൃശ്യം. ആ ശരീരം എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് ആണ്, വസിക്കുന്ന ആലയമാണ്, യാത്ര ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്ന ഒരു വാഹനം പോലെയാണ്. പൈശാചിക രാജ്യം അദൃശ്യമാണ്. സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ എന്നാണ് അവരെ പറയുന്നത്. ഒരു സ്പിരിച്വൽ ഫോഴ്സ് ആണ്, ഫോളൻ ഏഞ്ചൽസ് ആണ്. ദൈവരാജ്യം അദൃശ്യമാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ശാസ്ത്രിയോട് യേശു പറയുകയാണ്, ഇതാ ഇവിടെയെന്നോ അതാ അവിടെയെന്നോ പറയുകയില്ല. അത് കാണുന്ന രാജ്യമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പൊ ഈ 3 രാജ്യങ്ങളും അദൃശ്യം. ഇതിൽ യേശുക്രിസ്തുവിന്റെ സന്ദേശം, സുവിശേഷം എന്ന് പറഞ്ഞത്, ഈ മനുഷ്യരാജ്യവും പിശാചിന്റെ രാജ്യവും വാഴുന്ന ഈ ലോകഭൂമി മണ്ഡലത്തിലേക്ക് ഉടമസ്ഥനായ ദൈവത്തിന്റെ, തന്റെ അപ്പന്റെ രാജ്യം വരുന്നു എന്നതായിരുന്നു സന്ദേശം. അതായിരുന്നു സുവിശേഷം. ദൈവം മനുഷ്യരോടുകൂടെ പാർക്കാൻ വരുന്നു. ധൂർത്തപുത്രൻ മടങ്ങി വന്ന് അപ്പനോടുകൂടെ പാർക്കുന്നു. അങ്ങനെ അവർ സന്തോഷിക്കുന്നു. അതുകൊണ്ട് നീ സ്വകേന്ദ്രീകൃത ജീവിതം വിട്ടിട്ട് ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് മടങ്ങി വരിക. അതിന്റെ പേരാണ് മാനസാന്തരം. അതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. അങ്ങനെ ഈ ലോകത്തിന്റെ ഭരണം, പിശാചിന്റെയും മനുഷ്യന്റെയും ഭരണം മാറ്റി ഈ ഭരണം സ്വർഗസ്ഥ പിതാവിന്റെ ഭുജമായ അവകാശിയായ ക്രിസ്തുവിന്റെയും കയ്യിലേക്ക് ഇത് ലഭിക്കുമാറാണ് എന്നാണ് വെളിപ്പാട് 11:15 പറഞ്ഞതെന്ന് നാം കേട്ടു. അങ്ങനെ യേശു ക്രിസ്തു സകല കിങ്ഡങ്ങളെയും, പൈശാചിക കിങ്ഡങ്ങളെയും മനുഷ്യ കിങ്ഡങ്ങളെയും ഒക്കെ മാറ്റിയിട്ട് നമ്മളെ
സ്വന്തം രാജ്യക്കാരായ നമ്മളെ ദൈവരാജ്യക്കാരായി നമ്മളെ പിതാവായ ദൈവത്തെ ഏൽപ്പിച്ച് താൻ ആ പിതാവിന് കീഴടങ്ങിയിരിക്കും എന്നാണ് അവസാനം സംഭവിക്കുന്നതെന്നാണ് വചനം പറയുന്നത്. ഇത്രയും നാം കേട്ടു. ഇതിലുള്ളവരൊക്കെ അദൃശ്യരാണെന്ന് നാം കേട്ടു. വചനത്തിലൂടെ തെളിയിക്കപ്പെട്ടു. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന ഈ സത്യത്തിനായി, സത്യങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ജഡരക്തങ്ങളോട് ഞങ്ങൾക്ക് പോരാട്ടം ഇല്ല എന്നും ആത്മമണ്ഡലത്തിലെ അദൃശ്യരായ പൈശാചിക ശക്തികളോടാണ് ഞങ്ങൾക്ക് പോരാട്ടം ഉള്ളതെന്നും ഒക്കെ പറഞ്ഞു തന്നതിനായി നന്ദി. മനുഷ്യരാജ്യത്തെക്കുറിച്ചും പൈശാചി രാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും അറിവ് തന്നതിനായി നന്ദി. ഞങ്ങൾക്ക് ആകപ്പാടെ അറിയാവുന്നത് മനുഷ്യരാജ്യത്തെക്കുറിച്ച് മാത്രമായിരുന്നു. അതും മനുഷ്യന്റെ 1/3 അലങ്കരിക്കപ്പെട്ട രാഷ്ട്രങ്ങളും ഇവിടത്തെ ന്യൂസുകളും മാത്രം. മനുഷ്യന്റെ അകത്തളത്തിലെ ദേഹി രാജ്യത്തെക്കുറിച്ചോ അതിൽ തന്നെയുള്ള ആത്മമണ്ഡലത്തെക്കുറിച്ചോ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. പൈശാചിക രാജ്യത്തെക്കുറിച്ച് വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ ബൈബിളിൽ കേട്ടിട്ടുണ്ട്, അറിയില്ലായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തു പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അറിയില്ലായിരുന്നു. എന്നാൽ ഇതൊക്കെ ഞങ്ങളെ അറിയിച്ചതിനായി നന്ദി. ആത്മമണ്ഡലത്തിലെ ഈ സത്യങ്ങളെ ഞങ്ങളെ അറിയിച്ചതിനായി സ്തോത്രം. പിതാവേ, ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വചന സത്യത്തിലൂടെ ഇവർ സ്വതന്ത്രമാകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇതിന് മുഖാന്തരമായ ഈ ചാനലിനെയും ചാനലിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ മകനെയും മകളെയും കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അങ്ങയുടെ സാന്നിധ്യവും തേജസ്സും കൂട്ടായിരിക്കണമേ. രോഗികളായ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങയുടെ അടിപ്പിടലാലുള്ള സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. പരിപൂർണമായി മക്കൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. വേദനകൾ യേശുക്രിസ്തു നാമത്തിൽ വിട്ടുമാറട്ടെ. ദൈവത്തിന്റെ ജീവന സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും ഇവരുടെ ഭവനങ്ങളിലും കൽപ്പിക്കുന്നു. എല്ലാ മേഖലകളിലും ഇപ്പോൾ മാത്രമല്ല, ആരെല്ലാം എന്നെല്ലാം ഈ വചനം കേൾക്കുന്നുവോ ഈ തിരുവചന ശക്തി അവരുടെ മേൽ കടന്നു വരട്ടെ. ദൈവിക ജീവനും സമാധാനവും ഐശ്വര്യവും മക്കൾ പ്രാപിക്കട്ടെ. സർവമഹത്വം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ. ഇത്രത്തോളം ഞങ്ങളോടുകൂടെ ട്യൂൺ ചെയ്ത് എല്ലാവരോടുള്ള നന്ദി അറിയുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യവും തേജസ്സും കൂട്ടായിരിക്കട്ടെ. ഒരു കാര്യം കൂടി ഓർപ്പിച്ചോട്ടെ, പ്രാർത്ഥനാലയത്തിൽ, എറണാകുളം പ്രാർത്ഥനാലയത്തിലെ അടുത്ത റിട്രീറ്റ് മാർച്ച് 2 മുതൽ ഒരാഴ്ചയാണ്. താല്പര്യമുള്ളവരൊക്കെ കടന്നു വരിക. ദൈവരാജ്യത്തെ കുറിച്ച് നന്നായി കേൾക്കാനും സൃഷ്ടാവായി ദൈവത്തോടു കൂടി ക്രിസ്തുവിൽ ഇരിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കട്ടെ. ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത്രത്തോളം തിരുവചനം നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ ഈ ചാനലിനെ ഓർത്തും പ്രിയ മകനെയും മകളെയും ഓർത്തും ദൈവം സ്തോത്രം ചെയ്യുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ആ അനുഗ്രഹം ക്രിസ്തുവിൽ വളരുവാനും ക്രിസ്തുവിന്റെ തലയോടെ എത്തുവാനും പിതാവിന്റെ അടുക്കൽ എത്തുവാനും ഇടയാക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രത്തോളം സമയം കർത്താവിന്റെ സന്നിധിയിൽ ഈ ദൈവവചനവുമായി ഇരിപ്പാന്റെ ഗുണം ദൈവം നമ്മെ സഹായിച്ചു. അനുഗ്രഹീതമായി ദൈവവചനം സംസാരിപ്പാന്റെ ഗുണം തന്റെ ദാസനെ പ്രയോജനപ്പെടുത്തി കൈകളെടുത്ത് ഉപയോഗിച്ചതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത്തരത്തോളം സമയം ഗോസ്പൽ TV UP എന്ന ചാനലിനോടൊപ്പമായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ദേവദാസനോടും ഷാജി പാസ്റ്ററോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം തന്റെ ദാസനെയും കൂടുതലായി തന്റെ രാജ്യത്തിന് വേണ്ടി പ്രജകളെ ഒരുക്കുവാന്റെ ഗുണം ദൈവം ധാരാളമായിട്ട് കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.